ഏവർക്കും നമസ്കാരം. നാം ഏവരും ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നത് കേരളത്തിലെ കഥാപ്രസംഗ കുലപതിയും കഥാപ്രസംഗ കലയെ ജനകീയവും പ്രസിദ്ധവുമാക്കിയ ശ്രീ വി സാംബശിവൻ അവറുകളുടെ 3ാമത് സ്മാരക വാർഷിക പ്രഭാഷണ പരമ്പരയിലേക്കാണ്. 1963 വി സാംബശിവൻ തുറന്ന വിശ്വസാഹിത്യപാത കഥാപ്രസംഗത്തെ മലയാളിയുടെ മാറുന്ന സാംസ്കാരികതയുടെ ചാലക ശക്തിയാക്കി തീർത്തു. 90കൾക്ക് ശേഷം ഉടലെടുത്ത നവ സാംസ്കാരികതയോട് സജീവമായി പൊരുതുമ്പോഴും ഈ കലയുടെ നിലനിൽപ്പിന് മാറുന്ന സാംസ്കാരിക സാഹചര്യങ്ങളുടെ ഗഹനമായ വിലയിരുത്തൽ ആവശ്യമാണ്. ഏതൊരു കലയുടെയും നിലനിൽപ്പിന് ആവശ്യമായ സൈദ്ധാന്തിക അടിത്തറ കഥാപ്രസംഗവും ആവശ്യപ്പെടുന്നു. അതിലേക്കുള്ള പാതയാണ് വി സാംബശിവൻ സ്മാരക വാർഷിക പ്രഭാഷണ പരമ്പര. ആദ്യമായി ഈശ്വര പ്രാർത്ഥന. സ്നേഹഗീതമേകിയും കർമ്മഭൂമി തളിരിടുന്ന വർണ്ണമേകിയും നമ്മിൽ വാഴുമാതിനാമം എന്നും വാഴ്ത്തിടാം. ഹൃദയരാഗതന്ത്രി നീട്ടി ഞങ്ങൾ പാടുമീശ്വരങ്ങൾ കീർത്തനങ്ങളാകണേ. ചൂടുവയ്ക്കുമീ പദങ്ങൾ നൃത്തലോലമാകണേ. കുഞ്ഞു വീടിനുൾത്തലങ്ങൾ സ്വർഗമാകണേ. അമ്മ നൽകുമുമ്മ പോലും അമൃതമാകണേ. പൂർണ്ണമീ ചരാചരങ്ങൾ ഗുരുവരങ്ങളാകണേ. ഹൃദയരാഗതന്ത്രി മീട്ടി. സ്വാഗത പ്രസംഗത്തിനായി വി സാംബശിവൻ ഫൗണ്ടേഷൻ സെക്രട്ടറിയും നമ്മുടെ കോളേജിലെ തന്നെ മുൻ കെമിസ്ട്രി വിഭാഗം മേധാവിയും പ്രശസ്ത പ്രാസംഗികനുമായ ഡോക്ടർ വസന്തകുമാർ സാംബശിവൻ അവറുകളെ വേദിയിലേക്ക് ബഹുമാനപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഈ സമ്മേളനത്തിന്റെ അധ്യക്ഷൻ ഡോക്ടർ SV മനോജ്, പ്രിൻസിപ്പൽ SN കോളേജ്. ഇവിടെ ഇന്ന് 3ാമത് വി സാംബശിവൻ മെമ്മോറിയൽ ലെക്ചർ നടത്തുവാനെത്തിയിരിക്കുന്ന ബഹുമാന്യനായ ശ്രീ ശങ്കരാചാര്യ യൂണിവേഴ്സിറ്റി ഓഫ് സാൻസ്ക്രിറ്റ് കാലടി, അതിൻ്റെ വൈസ് ചാൻസലർ ഡോക്ടർ MV നാരായണൻ, ഈ സമ്മേളനത്തിൽ പങ്കെടുക്കുന്ന പ്രൊഫസർ സമ്പത്ത് വി സാംബശിവൻ, ദീപ ബി, അസിസ്റ്റന്റ് പ്രൊഫസർ ഓഫ് ഇംഗ്ലീഷ്, പ്രിയമുള്ള ബഹുമാനപ്പെട്ട അധ്യാപക ശ്രേഷ്ഠരെ, ഏറ്റവും പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, എന്നെ സംബന്ധിച്ചിടത്തോളം ഇതൊരു സുപ്രധാന സുദിനമാണ്. വി സാംബശിവൻ ഫൗണ്ടേഷൻ എന്നൊരു പ്രസ്ഥാനം കഴിഞ്ഞ 10-18 വർഷമായി ഇവിടെ പ്രവർത്തിക്കുന്നു. കഥാപ്രസംഗ സാർവഭൗമനായിരുന്ന വി സാംബശിവന്റെ നാമധേയത്തിൽ അദ്ദേഹം ചെയ്ത കലാസേവനങ്ങളെ സ്മരിക്കുകയും അതിൻ്റെ തുടർച്ച പുതിയ തലമുറയിലൂടെ പ്രൊപ്പഗേറ്റ് ചെയ്യുകയും ചെയ്യണമെന്ന ലക്ഷ്യത്തോടുകൂടി പ്രവർത്തിക്കുന്ന ഒരു സംഘടനയാണ് വി സാംബശിവൻ ഫൗണ്ടേഷൻ. SN കോളേജിൽ ഇങ്ങനെ ഒരു സംരംഭം ഞങ്ങൾ ഒരുക്കുമ്പോൾ എൻ്റെ സ്മരണകൾ പിന്നോക്കം പോവുകയാണ്. 1949 സെപ്റ്റംബർ 17 നിങ്ങളറിയുന്ന ചരിത്രപുരുഷനായ വി സാംബശിവൻ ആദ്യത്തെ കഥാപ്രസംഗം ചെയ്ത ദിനം. അന്ന് അദ്ദേഹം സ്വന്തം നാട്ടിലെ സ്വന്തം ക്ഷേത്രത്തിൽ, ശ്രീ ഗുഹാനന്തപുരം ക്ഷേത്രത്തിൽ, അവിടെ കൂടിയിരുന്ന പരിമിതമായ സദസ്സിനോട്, ആ സദസ്സിന് വെളിച്ചം പകർന്നത് ചീനവലയിലെ പെട്രോമാക്സ് ലൈറ്റായിരുന്നു, മൈക്കില്ലായിരുന്നു.
അദ്ദേഹം കഥ പറയാൻ വന്നു നിൽക്കുന്നു. ഒരു ഉദ്ഘാടകൻ ഉപാധ്യായൻ ഉദ്ഘാടന പ്രസംഗം ചെയ്യുന്നു. തുടർന്ന് അദ്ദേഹം കഥ പറയുന്നു. അദ്ദേഹത്തിൻ്റെ ആമുഖം നിങ്ങളേവരും കോളേജ് വിദ്യാർത്ഥികളെല്ലാം ശ്രദ്ധിക്കേണ്ടതാണ്. കലാശാല വിദ്യാഭ്യാസം ചെയ്യാൻ എനിക്ക് കലശലായ മോഹം. ഞാനൊരു കഥ പറയാം, പകരം നിങ്ങൾ എനിക്ക് പഠിക്കാൻ പണം തരണം. അപ്പോൾ പണമായിരുന്നു വിഷയം. അദ്ദേഹത്തിന് പഠിക്കാൻ നിവൃത്തി ഉണ്ടായിരുന്നില്ല. വീട്ടിൽ അങ്ങനെയുള്ള ഒരു സാഹചര്യമായിരുന്നു. സ്വയം പണമുണ്ടാക്കി പഠിക്കാൻ പോകണം, അതേ ഉള്ളൂ മാർഗം. പല ജോലിക്കും ശ്രമിച്ചു, രക്ഷയില്ല. അങ്ങനെ ഈ ആകർഷകമായ ആമുഖം, കലാശാല വിദ്യാഭ്യാസം ചെയ്യാൻ എനിക്ക് കലശലായ മോഹം, അങ്ങനെ പറഞ്ഞപ്പോൾ അത് സദസ്സ് ശരിയാവണ്ണം ഉൾക്കൊണ്ടു. ഒരു കാര്യം കൂടി ഞാനൊന്ന് സൂചിപ്പിക്കട്ടെ. ആ ഗ്രാമീണ സദസ്സിൽ വളരെ ശ്രദ്ധേയനായി പിന്നീട് കേരളം കണ്ട ഒരാളുണ്ട്, ONV കുറുപ്പ്. ഈ ചവറ ഗുഹാനന്ദപുരം ONVയുടെ സ്വന്തം നാട് ആയ ചവറയ്ക്ക് ഒരു കടത്തിനിപ്പുറമാണ്. അവിടെ ഒരു കവി ഉണ്ടായിരുന്നു, ഉപാധ്യായൻ. സംസ്കൃത പണ്ഡിതനായിരുന്നു. അവിടെ സ്കൂളിൽ അധ്യാപകനായിരുന്നു. സംസ്കൃത വിദ്യാലയമുണ്ടായിരുന്നു. അതിപ്പോൾ ഹയർ സെക്കൻഡറി സ്കൂളാണ്. അദ്ദേഹത്തെ കാണാൻ ONV വരും. ഇവർ രണ്ടുപേരും കൂടി അദ്ദേഹത്തെ കാണാൻ ചെല്ലും. അങ്ങനെ ONVയും അവിടെ കഥാപ്രസംഗം കേൾക്കാനുണ്ടായിരുന്നു. അങ്ങനെ കഥ പറഞ്ഞു ചങ്ങമ്പുഴയുടെ ദേവത. അത് ഈ കഥാപ്രസംഗത്തിൻ്റെ തന്നെ ചരിത്രത്തിലെ ഒരു വ്യതിയാനമായിരുന്നു. ഖണ്ഡകാവ്യങ്ങൾ പാടി പറയുന്ന ഒരു പ്രസ്ഥാനമായി 1924 സത്യദേവൻ ആരംഭിച്ചതാണ് കഥാപ്രസംഗ കല. കുമാരനാശാന്റെ ചണ്ടാല ഭിക്ഷുകി കഥാപ്രസംഗമായി അവതരിപ്പിക്കുകയായിരുന്നു. അങ്ങനെ അവതരിപ്പിക്കണമെന്ന് പറഞ്ഞത് മഹാകവി തന്നെയാണ് കുമാരനാശാൻ. അപ്പം അതിൻ്റെ ഒരു കാലം കുറേ മുമ്പോട്ട് നീങ്ങിക്കഴിഞ്ഞാണ് സാംബശിവൻ വരുന്നത്, 49. അപ്പോഴേക്കും കവിത്രയത്തിൻ്റെ കാവ്യങ്ങൾ ഒട്ടുമിക്കതും കഥാപ്രസംഗകരായ പലരും പാടി പറഞ്ഞു കഴിഞ്ഞു. അപ്പോഴാണ് കെടാമംഗലം സദാനന്ദനും സാംബശിവനുമൊക്കെ വരുന്നത്. അവർ ജനകീയ കവികളുടെ കാവ്യകൃതികളെടുത്ത് പാടി പറഞ്ഞു. അങ്ങനെ ചങ്ങമ്പുഴയുടെ ദേവതയാണ് ഇദ്ദേഹം പാടിപ്പറഞ്ഞത്. ഒരു ദരിദ്ര യുവതി തെരുവിലകപ്പെട്ട് വഴിയിൽ കിടന്ന് പ്രസവിക്കുന്ന രംഗം ഉൾപ്പെടെ അതിലുണ്ട്. അങ്ങനെ ഹൃദയാവർജകമായ മനുഷ്യഗന്ധിയായ ഒരു കഥ അദ്ദേഹം പാടി പറഞ്ഞപ്പോൾ സദസ്സ് നന്നായി പൊലിവ് കൊടുത്തു, പൈസ കൊടുത്തു. ആ പൈസ കൊണ്ടുവന്ന് അദ്ദേഹം SM കോളേജിൽ ചേർന്നു. ഇവിടെ ഡിഗ്രിക്ക് അദ്ദേഹം പഠിച്ചത് ഹിസ്റ്ററിയാണ്. ഹിസ്റ്ററി വിദ്യാർത്ഥികളെ ഞങ്ങൾ ക്ഷണിച്ചത് അതുകൊണ്ടുകൂടിയാണ്. ഹിസ്റ്ററി ഡിപ്പാർട്ട്മെന്റിന്റെ പരിപാടികൾക്ക് അദ്ദേഹം വന്നിട്ടുണ്ട്. ഇവിടെ പഠനം നടക്കുമ്പോൾ അദ്ദേഹം കഥ പറച്ചിൽ തുടർന്നു. എപ്പോഴും അദ്ദേഹത്തിനൊരു ദർശനമുണ്ടായിരുന്നു. ആ ദർശനം അദ്ദേഹം കൂടെ കൂടെ കഥാപ്രസംഗങ്ങളിൽ പറയുമായിരുന്നു. സജാതോ ഏന ജാതേന യാതി വംശ സമുന്നതി. ഏതൊരുവന്റെ ജനനം കൊണ്ടാണോ അവന്റെ വംശം സമുന്നതിയെ പ്രാപിക്കുന്നത്, അവനാണ് ജനിച്ചവൻ. അദ്ദേഹം സംസ്കൃതം പഠിച്ച ആളായിരുന്നു, ശാസ്ത്രീയ പരീക്ഷ പാസ്സായ ആളായിരുന്നു. അതുകൊണ്ടാണ് ഭർതൃഹരിയുടെ ഈ ഉദ്ധരണി അദ്ദേഹം സ്വന്തം ദർശനം എന്ന നിലയ്ക്ക് അവതരിപ്പിച്ചത്. സജാതോ ഏന ജാതേന യാതി വംശ സമുന്നതി. ഏതൊരുവന്റെ ജനനം കൊണ്ടാണോ അവന്റെ വംശം സമുന്നതിയെ പ്രാപിക്കുന്നത്, അവനാണ് ജനിച്ചവൻ. ആ വിധത്തിൽ അദ്ദേഹം ജീവിക്കാൻ ശ്രമിച്ചു. ആ വിധത്തിൽ അദ്ദേഹം വിജയിച്ചു എന്നാണ് എൻ്റെ ഒരു എളിയ വിലയിരുത്തൽ. അങ്ങനെ ഒരു നന്മോന്മുഖമായ ജീവിത ദർശനം മനസ്സിൽ സൂക്ഷിച്ചുകൊണ്ട് അദ്ദേഹം ജനങ്ങളോട് പാടിപ്പറഞ്ഞു. അന്ന് നവോത്ഥാന മുന്നേറ്റങ്ങളുടെ ഒരു കാലമായിരുന്നു. ആ നവോത്ഥാന സന്ദേശങ്ങൾ കഥാപ്രസംഗങ്ങളിൽ ചാലിച്ച് അദ്ദേഹവും മറ്റ് കഥാപ്രസംഗകരും അവതരിപ്പിച്ചു കൊണ്ടിരുന്നൊരു കാലം. കേവലം നവോത്ഥാനം അതല്ലെങ്കിൽ ഖണ്ഡകാവ്യങ്ങൾ പാടിപ്പറയൽ മാത്രമല്ല കഥാപ്രസംഗം ചെയ്യേണ്ടത്, അതിൻ്റെ മേൽഗതിക്ക് പലതും ചെയ്യണം എന്ന വിചാരം അദ്ദേഹത്തിനുണ്ടായി. അങ്ങനെ അദ്ദേഹം SK പൊറ്റക്കാടിൻ്റെ പുള്ളിമാൻ അവതരിപ്പിച്ചു. ചെറുകഥയാണ്. അന്നേരം ഖണ്ഡകാവ്യം മാത്രമേ പറഞ്ഞ് ഉള്ള ശീലം ഉണ്ടായിരുന്നുള്ളൂ. അത് കഴിഞ്ഞ് അദ്ദേഹം ടോൾസ്റ്റോയുടെ ദി പവർ ഓഫ് ഡാർക്ക്നെസ് എന്ന നാടകം മലയാള കഥാപ്രസംഗ വേദിയിൽ ആദ്യം അവതരിപ്പിച്ചു.
ഒരു റഷ്യൻ കഥ ഇന്ന് നിങ്ങൾക്ക് വായിക്കാൻ പ്രത്യേകിച്ച് ട്രെയിനിങ് ഒന്നും ആവശ്യമില്ല. നിങ്ങൾ ജന്മന ട്രെയിൻഡാണ് ഇപ്പോഴത്തെ തലമുറ അതൊക്കെ വായിക്കാൻ. പക്ഷേ അന്നത്തെ ജനത, വിദ്യാഭ്യാസം തന്നെ നിഷേധിക്കപ്പെട്ട ഒരു പാവപ്പെട്ട ജനത, കഷ്ടിച്ച് എഴുത്തും വായന അറിയാവുന്നവരുണ്ടായിരുന്നു, അത് അറിഞ്ഞുകൂടാത്തവരുണ്ടായിരുന്നു. അവരോടാണ് റഷ്യൻ കഥ പറയേണ്ടത്. അവരുടെ പാകത്തിൽ അദ്ദേഹം അത് പരുവപ്പെടുത്തി അവതരിപ്പിച്ചു. അങ്ങനെ മലയാളത്തിൽ ഏറ്റവും കൂടുതൽ വേദികളിൽ അവതരിപ്പിക്കപ്പെട്ട ഒരു കഥയായി ദി പവർ ഓഫ് ഡാർക്ക്നെസ് മാറി. അതിന് അദ്ദേഹം ആകർഷകമായൊരു പേര് നൽകി, അനീസ്യ. അങ്ങനെ ഒരു വലിയ തുടക്കമായിരുന്നു. വിശ്വസാഹിത്യം കഥാപ്രസംഗ വേദികളിൽ അവതരിപ്പിക്കാൻ മറ്റുള്ളവർ അദ്ദേഹത്തെ പിന്തുടർന്ന് വന്നു. അങ്ങനെ വിശ്വസാഹിത്യത്തിൻ്റെ ഒരു ഒഴുക്ക് നമ്മുടെ നാട്ടിലേക്കുണ്ടായി. അത് വായിക്കണം എന്നുള്ള പ്രേരണ വായിക്കാത്തവർക്ക് ഉണ്ടായി. പഠിത്തമില്ലാത്തവർക്ക് തങ്ങളുടെ മക്കളെ പഠിപ്പിച്ച് നന്നായി ഉന്നത വിദ്യാഭ്യാസം ഒക്കെ ആർജിക്കാനുള്ള സാഹചര്യം ഉണ്ടാക്കണമെന്ന വിചാരമുണ്ടായി. ഇതെല്ലാം നവോത്ഥാനത്തിൻ്റെ ഫലമാണ്. ഒപ്പം നവോത്ഥാനത്തിൻ്റെ നല്ല മൂല്യങ്ങൾ നിലനിർത്തുവാൻ വേണ്ടി ഇവിടെ സോഷ്യലിസ്റ്റ്, കമ്മ്യൂണിസ്റ്റ് ആഭിമുഖ്യമുള്ള പ്രസ്ഥാനങ്ങൾ പ്രവർത്തിക്കുകയും നവോത്ഥാനത്തെ നിലനിർത്തുകയും ഒക്കെ ചെയ്തു. അതിൻ്റെ ഭാഗം എന്ന നിലയിൽ തന്നെ ഒരു കലാപ്രസ്ഥാനത്തെ നയിച്ച ആളാണ് വി സാംബശിവൻ. അദ്ദേഹം 55 വ്യത്യസ്ത കഥകൾ അവതരിപ്പിച്ചിട്ടുണ്ട്. അതിൽ വിശ്വസാഹിത്യ വേദിയിൽ തന്നെ വളരെയധികം ശ്രദ്ധിക്കപ്പെട്ട കൃതികളുണ്ട്. ഷേക്സ്പിയറുടെ ഒഥല്ലോ, ഷേക്സ്പിയറുടെ റോമിയോ ആൻഡ് ജൂലിയറ്റ്, ഡോസ്റ്റോവ്സ്കിയുടെ കുറ്റവും ശിക്ഷയും, എന്തിന് എടുത്താൽ പൊങ്ങാത്തത് ക്ലിഷ്ടം എന്നൊക്കെ വിചാരിച്ചിരുന്ന ഡോസ്റ്റോവ്സ്കിയുടെ ബ്രദേഴ്സ് കാരമസോവ്, ഇങ്ങനെയൊക്കെയുള്ള കൃതികൾ ഒരു കഥാപ്രസംഗത്തിൻ്റെ ചിമിഴിൽ അദ്ദേഹം വളരെ സുലളിതമായി ആകർഷകമായി പറഞ്ഞ് അവതരിപ്പിച്ചു. ഇതൊരു മഹത്തായ സേവനമാണ്. ഈ കഥാപ്രസംഗം തന്നെ എൻ്റെ ഒരു എളിയ വിലയിരുത്തലിൽ ഒരു യുണീക്കായിട്ടുള്ള ഒരു കലാസമ്പ്രദായമാണ്. ലോകത്തെവിടെയും ഇത്ര പ്രചാരമുള്ള ഒരു കലാസമ്പ്രദായമില്ല. എന്തിനു വേണ്ടി ഇതുണ്ടായി? അക്ഷരമറിയാത്തവർക്ക് അക്ഷരങ്ങൾ എന്താണ്, എന്ത് സന്ദേശമാണ് ഒളിപ്പിച്ചു വച്ചിരിക്കുന്നത്, അത് കേൾവിയിലൂടെ പകർന്നു കൊടുക്കുന്ന ഒരു ഇന്ദ്രജാലം, ആ ഒരു മാർഗം നിർദ്ദേശിച്ചത് മഹാകവി കുമാരനാശാനാണ്. അദ്ദേഹം ജീവിച്ചിരുന്ന കാലത്ത് കഥാപ്രസംഗം ഉണ്ടായില്ല. മരിച്ച് ഒരു 3-4 മാസം കഴിഞ്ഞപ്പോൾ കഥാപ്രസംഗം അരങ്ങേറി. അങ്ങനെയാണ് ആശാന്റെ ചരമദിനവും ഇപ്പോൾ കഥാപ്രസംഗത്തിൻ്റെ ശതാബ്ദിയും അടുത്തടുത്ത് വരുന്നത്. അതിന് CA സത്യദേവനാണ് തുടക്കം കുറിച്ചത്. അങ്ങനെ പലപ്പോഴും ഇവിടുത്തെ നവമാധ്യമങ്ങളിലൂടെയും മറ്റും വരുന്ന പുതിയ കലാബ്രീഡുകളുണ്ടല്ലോ, നിങ്ങളൊക്കെ കാണാൻ വിധിക്കപ്പെട്ട, അല്ലെങ്കിൽ നിങ്ങൾ അത് കാണാൻ വിധിക്കപ്പെട്ടിരിക്കുന്നവരാണ് പുതിയ തലമുറ. ആ ബ്രീഡുകൾ അത് പലതും ദുരുപദിഷ്ഠിതമാണ് എന്നുള്ളതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. അങ്ങനെയുള്ള നിങ്ങളെയൊക്കെ കഥാപ്രസംഗത്തെക്കുറിച്ച് ഒരു ധാരണ നിങ്ങൾക്കൊക്കെ പകർന്നു തരണം എന്ന ഒരു തോന്നൽ ഞങ്ങൾക്കൊക്കെ ഉണ്ട്, സാംബശിവൻ ഫൗണ്ടേഷനൊക്കെ ഉണ്ട്. ഇത് ഒരു മോക്ക് ഐറ്റമായി ഈ നവ കലാബ്രീഡുകളിൽ വരാറുണ്ട്, കളിയാക്കുന്ന ഒന്നായി. അതുകൊണ്ട് കഥാപ്രസംഗം എന്തെന്ന് ആർക്കും അറിയില്ല. അപ്പോൾ ആ തരത്തിലുള്ള ഒരു അവബോധം സൃഷ്ടിക്കുന്നതിൻ്റെ ഭാഗമായി കഥാപ്രസംഗത്തിൻ്റെ പ്രാധാന്യം വിളിച്ചോതുന്ന തരത്തിൽ ഇത്തരം പരിപാടികൾ ഞങ്ങൾ സംഘടിപ്പിക്കുകയാണ്. അതിന് ഇവിടെ വളരെ സൗമനസ്യത്തോടെ എത്തിയിരിക്കുന്ന ശ്രീ ശങ്കരാചാര്യ യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലർ ഡോക്ടർ MV നാരായണൻ, അദ്ദേഹത്തോടുള്ള ഞങ്ങളുടെ കടപ്പാട് വളരെ വളരെ വലുതാണ്. അദ്ദേഹത്തെ പോലെ സമുന്നത വിദ്യാഭ്യാസ മേഖലയിൽ വിരാജിക്കുന്ന ഒരാൾ ഈ ജനകീയ കലയെ സംബന്ധിച്ച്, അല്ലെങ്കിൽ അതിനോട് അനുബന്ധിച്ച് എന്തെങ്കിലും ഒക്കെ അദ്ദേഹത്തിൻ്റെ വിചാരങ്ങൾ പകരുവാൻ വന്നിരിക്കുകയാണ്. ഈ സമ്മേളനത്തിൽ സ്വാഗതം ആശംസിക്കുക എന്നതാണ് എൻ്റെ കർത്തവ്യം. ഈ സമ്മേളനത്തിൻ്റെ അധ്യക്ഷത വഹിക്കുന്ന കൊല്ലം ശ്രീനാരായണ കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ SV മനോജിന് വി സാംബശിവൻ ഫൗണ്ടേഷൻ്റെയും കൊല്ലം ശ്രീനാരായണ കോളേജിൻ്റെയും സുസ്വാഗതം ഞാൻ അർപ്പിച്ചുകൊള്ളുന്നു. വിദ്വേഷത്തിൻ്റെ കാലത്തെ സാഹിത്യവും കലയും, ലിറ്ററേച്ചർ ആൻഡ് ആർട്ട്
ഇൻ ടൈംസ് ഓഫ് ഹേറ്റ്രഡ്. ഈ വിഷയം അവതരിപ്പിക്കുന്നത് ബഹുമാനപ്പെട്ട വൈസ് ചാൻസലർ ഡോക്ടർ എം വി നാരായണനാണ്. ഇതൊരു വിദ്വേഷത്തിൻ്റെ കാലമാണെന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. നമ്മുടെ ചില കൃത്യമായ ഉന്നത സ്ഥാനങ്ങളിൽ ഇരിക്കുന്ന ആളുകളുടെ സമീപനവും അവരുടെ പ്രവർത്തനത്തിനുള്ള മോഡസ് ഓപ്പറാണ്ടികളുമൊക്കെ കാണുമ്പോൾ ഇത് വിദ്വേഷത്തിൻ്റെ കാലമാകാതെ തരമില്ല. വളരെ സമുന്നതമായ സ്ഥാനത്തിരുന്നു കൊണ്ട് ഇവിടെ വിദ്വേഷത്തിൻ്റെ കമ്പാർട്ട്മെൻറ്റുകൾ സൃഷ്ടിക്കുന്ന ഒരു കാലമാണ്. ആ കാലത്തെക്കുറിച്ച് തൻ്റെ വീക്ഷണഗതി ഇവിടെ അവതരിപ്പിക്കുന്നതിന് എത്തിയിരിക്കുന്ന ബഹുമാന്യനായ ഡോക്ടർ എം വി നാരായണൻ അവർക്ക് വി സാംബശിവൻ ഫൗണ്ടേഷൻ്റെയും കൊല്ലം ശ്രീനാരായണ കോളേജിൻ്റെയും ഹൃദയംഗമമായ സ്വാഗതം അർപ്പിച്ചുകൊള്ളുന്നു. ഇവിടെ മുഖ്യ അതിഥിയെ പരിചയപ്പെടുത്തുന്നത് സാംബശിവൻ ഫൗണ്ടേഷൻ്റെ ജോയിൻറ്റ് സെക്രട്ടറിയായ പ്രൊഫസർ സമ്പത്ത് വി സാംബശിവനാണ്. മുംബൈ SIS കോളേജിലെ എക്കണോമിക്സ് പ്രൊഫസറാണ്. അദ്ദേഹത്തിനും ഞാൻ സ്വാഗതം ആശംസിച്ചുകൊള്ളുന്നു. നന്ദി പ്രകാശിപ്പിക്കുന്ന പ്രൊഫസർ ദീപ, അസിസ്റ്റന്റ് പ്രൊഫസർ ഓഫ് ഇംഗ്ലീഷ്, ദീപയ്ക്കും ഹൃദയംഗമമായ സ്വാഗതം ആശംസിക്കുന്നു. പിന്നെ നിങ്ങൾ ഓരോരുത്തരുമാണ്. ഇവിടെ അധ്യാപകരുണ്ട്. ഈ സംഭാഷണ വാർത്ത അറിഞ്ഞു വന്നിട്ടുള്ള സാംബശിവൻ ഫൗണ്ടേഷൻ്റെ ഇഷ്ടക്കാരുണ്ട്, സാംബശിവൻ്റെ ആരാധകരുണ്ട്. അവർക്കെല്ലാം പ്രത്യേകം സ്വാഗതം ഞാൻ ആശംസിക്കുന്നു. സർവോപരി ഇതിൻ്റെ ഗുണഭോക്താക്കളായി ഇവിടെ വന്നിട്ടുള്ളവർ നിങ്ങൾ ഓരോരുത്തരുമാണ്, വിദ്യാർത്ഥികളാണ്. എനിക്ക് ഒരു 7 വർഷത്തെ ഗ്യാപ്പിന് ശേഷം കൊല്ലം SN കോളേജിലെ വിദ്യാർത്ഥികളെ മുഖാമുഖം കാണാൻ അവസരം കിട്ടിയിരിക്കുന്നു. 7 വർഷം മുമ്പാണ് ഞാൻ റിട്ടയർ ചെയ്തത്. ഇവിടുത്തെ കെമിസ്ട്രി HOD ആയിട്ടാണ്. അതിന് ഒപ്പം ഞാൻ കഥാപ്രസംഗം പറയുന്നുണ്ടായിരുന്നു, ഇപ്പോഴും പറയുന്നുണ്ട്. കഥാപ്രസംഗം സജീവമാണ് എന്നുകൂടി സൂചിപ്പിക്കാനാണ് ഞാനത് പറഞ്ഞത്. അങ്ങനെ വന്നിട്ടുള്ള പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഞങ്ങളുടെ സ്നേഹോഷ്മളമായ സ്വാഗതം അർപ്പിച്ചുകൊള്ളുന്നു. എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. അടുത്തതായി അധ്യക്ഷ പ്രസംഗത്തിനായി കൊല്ലം ശ്രീനാരായണ കോളേജ് പ്രിൻസിപ്പൽ ഓണറബിൾ ഡോക്ടർ SV മനോജ് സാറിനെ ഏറെ ബഹുമാനത്തോടെ സ്വാഗതം ചെയ്യുന്നു. എല്ലാവർക്കും നമസ്കാരം. വി സാംബശിവൻ ഫൗണ്ടേഷൻ കൊല്ലം SN കോളേജുമായിട്ട് ചേർന്ന് നടത്തുന്ന 3ാമത് സാംബശിവൻ മെമ്മോറിയൽ ലെക്ചർ പ്രോഗ്രാം. ഈ പ്രോഗ്രാമിൽ സ്വാഗതം ആശംസിച്ച ഏറെ പ്രിയപ്പെട്ട കൊല്ലം SN കോളേജിൻ്റെ പൂർവ്വ വിദ്യാർത്ഥി, കൊല്ലം SN കോളേജിൻ്റെ പൂർവ്വ അധ്യാപകൻ, അതിനൊക്കെ ഉപരി ഞങ്ങളുടെ പ്രിയപ്പെട്ട സീനിയർ പ്രൊഫസർ ഡോക്ടർ വസന്തകുമാർ സാംബശിവൻ സർ, ഇന്ന് ഏറെ അഭിമാനത്തോടു കൂടിയാണ് ഞാനിന്ന് ഈ വേദിയിൽ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത്. നമുക്കറിയാം, നമ്മുടെ കലാലയം 1948 തുടങ്ങിയ കലാലയം 75 വർഷം പിന്നിട്ട് പ്ലാറ്റിനം ജൂബിലി സെലിബ്രേഷൻ കൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ്. കലാലയം ഇതുവരെ സംഭാവന നൽകിയത് ഏതാണ്ട് 1 ലക്ഷത്തിലധികം വരുന്ന വിദ്യാർത്ഥികളെയാണ്. ഇന്ന് ഉന്നത വിദ്യാഭ്യാസ മേഖല ഒരു പ്രതിസന്ധി നേരിടുന്ന കാലഘട്ടത്തിലും കലാലയങ്ങളിലേക്ക് വിദ്യാർത്ഥികളുടെ ഒഴുക്ക് പഴയ രീതിയിൽ ഇല്ലാത്ത സമയത്തും കൊല്ലം ശ്രീനാരായണ കോളേജിലെ വിദ്യാർത്ഥികൾക്ക് കുറവില്ല. അതിന് കാരണങ്ങൾ പലതാണ്. അതിൽ ചേർത്ത് വെക്കാവുന്നൊരു വിഭാഗം എന്താണെന്ന് വെച്ചാൽ, ഇവിടെ നിന്ന് പഠിച്ചിറങ്ങിയ വളരെ പ്രഗത്ഭരായ പൂർവ്വ വിദ്യാർത്ഥികളാണ്. അതിൽ കലാരംഗത്ത് ഉയർന്നു നിൽക്കുന്ന വ്യക്തികളുടെ പേര് ചോദിക്കുമ്പോൾ അവിടെ എടുത്തു പറയാവുന്ന പേരുകൾ, സാറ് തന്നെ സൂചിപ്പിച്ച പേരുകളിൽ ONV കുറുപ്പിന്റെ പേര് നിങ്ങൾ കേട്ടു, മഹാനടനായ തിലകന്റെ പേര് നിങ്ങൾ കേട്ടു. അതോടൊപ്പം തന്നെ വളരെ ഉയർന്നു നിൽക്കുന്ന മറ്റൊരു പേരാണ് സാംബശിവൻ സാറിന്റെ പേര്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറഞ്ഞത്, വളരെ അഭിമാനത്തോടു കൂടിയാണ് ഞാൻ ഇന്ന് ഈ വേദിയിൽ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത് എന്ന് പറഞ്ഞത്. ഈ സാംബശിവൻ എന്ന പേര് കേരള സമൂഹത്തിന് ഒരു ഇൻട്രൊഡക്ഷന്റെ ആവശ്യമില്ലാത്ത പേരാണ്. ഇവിടെ ഈ മീറ്റിംഗ് തുടങ്ങി 10-15 മിനിറ്റ് കഴിയുമ്പോഴും ഓരോരുത്തരായിട്ട് ഇങ്ങോട്ട് വന്നുകൊണ്ടിരിക്കുന്നത് കാണുമ്പോൾ ഞാൻ ഓർക്കുന്നത് സാംബശിവൻ, അദ്ദേഹത്തിന്റെ, ഞാൻ പേര് പറയാം, നമ്മൾ ഈ പ്രമുഖരായ വ്യക്തികൾ നമുക്ക് ഒരുപാട് അടുപ്പമുള്ളപ്പോൾ നമ്മൾ പേരാണ് വിളിക്കുന്നത്. അവിടെ മറ്റൊരു പേര് ചേർത്ത് വിളിക്കാൻ, സാറെന്ന് മറ്റു വിളിക്കാൻ നമുക്ക് തോന്നാറില്ല. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് സാമ്പൻ എന്നാണ് ഞങ്ങളൊക്കെ അദ്ദേഹത്തെ വിളിക്കുന്നത്. അങ്ങനെ വിളിക്കാനാണ് ഞങ്ങൾക്ക് ഇഷ്ടം. അപ്പൊ സാമ്പന്റെ കഥ നടക്കുന്ന സമയത്ത് അത് കാണാനായിട്ട് സാംസ്കാരിക വേദികളിലോ അല്ലെങ്കിൽ ഉത്സവ പറമ്പുകളിലോ ചെല്ലുമ്പോൾ ഇതുപോലൊരു അനുഭവമാണ് കാണുന്നത്.
ആൾക്കാർ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. ആ വരുന്നവരൊക്കെ ആദ്യത്തെ സീറ്റ് പിടിക്കാൻ വേണ്ടിയിട്ടാണ് നെട്ടോട്ട് ഓടുന്നത്. ഞങ്ങളൊക്കെ ആണെങ്കിൽ ഈ സാമ്പന്റെ കഥ ഉണ്ടെന്ന് പറഞ്ഞു കേട്ടാൽ അവിടെ 8 മണിക്ക് തുടങ്ങുന്ന പ്രോഗ്രാം ആണെങ്കിൽ സാറിന്റെ കഥ വരുമ്പോൾ 8 മണിക്കും 11 മണിക്കും 2 മണിക്കും ഒക്കെയാണ്. ഒരു ദിവസം തന്നെ 2-3 പ്രോഗ്രാമുകളായിട്ട് വളരെ ബിസി ഷെഡ്യൂളാണ്. ഉത്സവ സീസൺ ആയി കഴിഞ്ഞാൽ വളരെ തിരക്കാണ്. ഈ പ്രോഗ്രാം ഒന്ന് ബുക്ക് ചെയ്ത് കിട്ടുക. എനിക്ക് തോന്നുന്നു 1 വർഷം മുമ്പൊക്കെ ഇത് ബുക്കിംഗ് നടക്കും. അങ്ങനെ ബുക്ക് ചെയ്ത് കിട്ടുന്ന പ്രോഗ്രാമിന് 8 മണിക്കാണ് പ്രോഗ്രാം തുടങ്ങുന്നതെങ്കിൽ 7 മണിക്ക് മുമ്പ് എത്തിയെങ്കിൽ അവിടെ ഒരു സീറ്റ് കിട്ടത്തുള്ളൂ. ആ സീറ്റ് പറഞ്ഞാൽ ഫ്രണ്ടിൽ സീറ്റൊന്നും കിട്ടില്ല, വളരെ പുറകിലാണ്. പിന്നെ എങ്ങനെയെങ്കിലുമൊക്കെയാണ് നമ്മൾ എത്തിപ്പിടിച്ച് മുമ്പോട്ടേക്ക് എത്തിച്ചേരുന്നത്. കാരണം എന്താണെന്ന് ചോദിച്ചാൽ അതൊരു 2 മണിക്കൂർ 3 മണിക്കൂർ നിൽക്കുന്ന ഒരു കഥാപ്രസംഗം എന്ന് പറയുമ്പോൾ മുമ്പിലിരിക്കുന്ന ഓരോ പ്രേക്ഷകന്റെയും മനസ്സറിഞ്ഞ് അവരെ ഉൾക്കൊണ്ടുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു പ്രോഗ്രാമായിട്ടാണ് പലപ്പോഴും എനിക്ക് തോന്നിയിട്ടുള്ളത്. അതുകൊണ്ടാണ് തിരക്ക് അവിടെ അനുഭവപ്പെട്ടിട്ടുള്ളത്. ഇത്രയധികം ആൾക്കാരെ ഒരു വ്യക്തിക്ക് 3 മണിക്കൂർ നേരം അദ്ദേഹത്തിന്റെ കൺട്രോളിൽ നിർത്തണമെങ്കിൽ അദ്ദേഹത്തിന്റെ ആ ഒരു കലാമികവ് എത്രത്തോളം ആണെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നതേ ഉള്ളൂ. അദ്ദേഹം ചെയ്തത് എന്താണ്? ഇവിടെ വസന്തകുമാർ സാറ് സൂചിപ്പിച്ചു. അദ്ദേഹം ചെയ്തത് എന്താണെന്ന് ചോദിച്ചാൽ സാധാരണക്കാരായ ജനങ്ങളിലേക്ക് വിശ്വസാഹിത്യത്തെ എത്തിക്കുക എന്ന് പറയുന്നൊരു ഉത്തരവാദിത്വം, വലിയൊരു ഉത്തരവാദിത്വം. നമ്മൾ പറയാറുണ്ട് കേരള ജനതയെ പറ്റി, നമ്മൾ മാത്രമല്ല ഉത്തരേന്ത്യയിലുള്ള ആൾക്കാരും ഇന്ത്യയിലുള്ള ആൾക്കാരൊക്കെ പറയാറുണ്ട് കേരളീയ ജനത പ്രബുദ്ധരായ ജനങ്ങളാണെന്ന് പറയും. രാഷ്ട്രീയ പ്രബുദ്ധതയുള്ളവരാണ്, സാംസ്കാരിക പ്രബുദ്ധതയുള്ളവരാണെന്ന് പറയും. ഈ രാഷ്ട്രീയ പ്രബുദ്ധതയും സാംസ്കാരിക പ്രബുദ്ധതയും എങ്ങനെ വന്നു എന്ന് ചോദിച്ചാൽ ശ്രീ സാംബശിവനെ പോലുള്ള വ്യക്തികളുടെ വലിയ രീതിയിലുള്ള പ്രവർത്തനം അതിലുണ്ട്. സാധാരണക്കാരെ ഉദ്ബോധിപ്പിക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ നേട്ടമായിട്ട് ഞാൻ കാണുന്നത്. ടോൾസ്റ്റോയി, ഷേക്സ്പിയറിന്റെ ഒഥല്ലോയൊക്കെ ഒരു അക്ഷരാഭ്യാസം ഇല്ലാത്തൊരു തലമുറയുടെ മുമ്പിൽ ണമെങ്കിൽ ആ മികവെന്തായിരിക്കും? ഇന്ന് 1 മണിക്കൂർ ക്ലാസ്സിന് കുട്ടികളെ ഇരുത്താൻ ബുദ്ധിമുട്ടുന്ന ഒരു അധ്യാപനത്തിൽ ഞാൻ പറയും 3 മണിക്കൂർ അദ്ദേഹം വിശ്വസാഹിത്യത്തെയാണ് സാധാരണ തലങ്ങളിലേക്ക് എത്തിച്ചത്. ഞാനിവിടെ നിൽക്കുമ്പോൾ എന്റെ മനസ്സിൽ കൂടെ പോകുന്നത് പല പല സീനുകളാണ് പോകുന്നത്. അതില് വിലയ്ക്ക് വാങ്ങാൻ തൊട്ട് വിമൽ മിത്രയുടെ വിലയ്ക്ക് വാങ്ങാൻ ഞാൻ എത്രയോ തവണ കേട്ടിട്ടുണ്ടെന്ന് എനിക്ക് തന്നെ അറിയില്ല. കാരണം ആദ്യമൊക്കെ കാസറ്റുകളില്ലായിരുന്നു, പിന്നീട് നേരിട്ട് പോയി കണ്ടെങ്കിലേ പറ്റുള്ളൂ. പിന്നീട് കാസറ്റുകൾ വന്നപ്പോൾ അതിൽ എത്ര തവണ കേട്ടു വിലയ്ക്ക് വാങ്ങാം സ്നേഹം, വിലയ്ക്ക് വാങ്ങാം പ്രേമം, വിലയ്ക്ക് വാങ്ങാം മാതാപിതാക്കളെ എന്നുള്ള ഗാനം. പിന്നെ ഈ സാംബശിവൻ, വസന്തകുമാർ സാർ തന്നെ പറയുന്ന കഥയുണ്ട്. സാംബശിവന്റെ നായികമാർ എന്ന് പറഞ്ഞിട്ട് ഒരു സീരീസ് തന്നെ സാറിന്റെ കഥ പറയുന്നുണ്ട്. അതൊക്കെ കേട്ട് കഴിഞ്ഞാൽ അനീസയെ പറ്റിയുള്ള വിവരണങ്ങൾ കേട്ട് കഴിഞ്ഞാൽ ശരി ഞാനിവിടെ എന്നെ കൺട്രോൾ ചെയ്ത് നിൽക്കുകയാണ്. അതല്ലെങ്കിൽ ഞാനൊക്കെ പാടിപ്പോവും. പുഷ്പിത ജീവിത പാടിയിലോ ഒരു അപ്സര സുന്ദരിയാണ് അനീസിയ. പുഷ്പിത ജീവിത പാടിയിലോ ഒരു അപ്സര സുന്ദരിയാണ് അനീസിയ എന്ന് പറയുമ്പോൾ അനീസിയ മുമ്പിൽ വന്ന് നിൽക്കുന്ന ഒരു ഫീലാണ് നമുക്കുള്ളത്. പിന്നെ ബാക്കി സാറിന്റെ ആ ഒരു വർണ്ണനോടാവുമ്പോഴത്തേക്കും പിക്ചർ കംപ്ലീറ്റ് ആയി. ഒരു സിനിമ കണ്ടാൽ പോലും നമുക്ക് ആ സാറ്റിസ്ഫാക്ഷൻ കിട്ടില്ല. അങ്ങനെയാണ് ഓരോ കാര്യങ്ങളും. സാമൂഹിക പ്രതിബദ്ധത എടുത്തു പറയുമ്പോൾ 1975 അദ്ദേഹം പറഞ്ഞൊരു കഥയുണ്ട്, 20-ാം നൂറ്റാണ്ടെന്ന് പറയുന്നൊരു കഥ. അന്ന് ഇന്ത്യൻ രാഷ്ട്രീയം നേരിടുന്ന പ്രതിസന്ധിയെ, വെല്ലുവിളികളെ ഇത്ര കൃത്യമായി വലിയ ആക്രോശങ്ങളില്ലാതെ ഒരു കലാ മികവിൽ കൂടെ എങ്ങനെയാണ് അടിയന്തരാവസ്ഥ കാലത്തെ അനുഭവങ്ങളെ അദ്ദേഹം പൊതുസമൂഹത്തിന് മുമ്പിൽ ചേർത്ത് നിർത്തിയത്. അദ്ദേഹം തന്നെ അദ്ദേഹത്തിന്റെ കഥയിൽ പറയുന്നുണ്ട്, ഈ കഥ അവതരിപ്പിച്ച് കഴിഞ്ഞപ്പോൾ എനിക്കൊരു സമ്മാനം കിട്ടിയെന്ന് പറയുന്നുണ്ട്. സമ്മാനം എന്താണെന്ന് ചോദിച്ചാൽ ഒരു ജയിൽവാസമാണ് അദ്ദേഹത്തിന് സമ്മാനമായിട്ട് കിട്ടിയത്. അത് പെട്ടെന്ന് അദ്ദേഹം മോചിതനായെങ്കിലും അത്ര സാമൂഹിക പ്രതിബദ്ധത ഉണ്ടായിരുന്നൊരു വ്യക്തിയാണ് അദ്ദേഹം. നമ്മുടെ കോളേജിന്റെ ഭാഗമായിരുന്നു എന്ന് പറയുമ്പോൾ എനിക്കും നിങ്ങൾക്കും എല്ലാവർക്കും അഭിമാനിക്കാം. ഞാൻ കൂടുതലായിട്ട് സംസാരിച്ച് സമയം കളയുന്നില്ല. ഇന്ന് നിങ്ങളൊക്കെ ഇവിടെ എത്തിയിരിക്കുന്നത് ഡോക്ടർ എം വി നാരായണൻ സാറിന്റെ ഒരു പ്രഭാഷണം കേൾക്കുന്നതിന് വേണ്ടിയിട്ടാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ അദ്ദേഹത്തെയും കൊല്ലം എസ് എൻ കോളേജിന്റെ പേരിൽ സാറിന് ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു. എന്റെ ഈ അധ്യക്ഷ പ്രസംഗം ഞാൻ പറഞ്ഞാൽ ഒരുപാട് ഇനി കയറിപ്പോവും, ഞാൻ അതിലേക്ക് പോകുന്നില്ല. എന്റെ അധ്യക്ഷ പ്രസംഗം ഞാനിവിടെ നിർത്തുകയാണ്. ഇന്ന് എനിക്കേറെ സന്തോഷമുള്ളത് വസന്തകുമാർ സാർ എസ് എൻ കോളേജ് ഒരു വേദിയാക്കി, ഈ പ്രഭാഷണത്തിന് എസ് എൻ കോളേജ് ഒരു വേദിയാക്കി എന്നതിലുള്ളൊരു സന്തോഷമുണ്ട്. മറ്റൊരു സന്തോഷം എന്താണെന്ന് വെച്ചാൽ സാംബശിവൻ തുടങ്ങി വെച്ച ആ ഒരു കഥാപ്രസംഗ കലാരൂപം എന്നൊരു പ്രസ്ഥാനത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ വസന്തകുമാർ സാർ എടുക്കുന്ന ഒരു എഫർട്ടുണ്ട്. അതിന് നമ്മൾ അംഗീകരിച്ചു പറ്റൂ. അവിടെയും തീർന്നില്ല, അടുത്ത തലമുറയിലുള്ള ശ്രീ സമ്പത്തുമൊക്കെ കഥ പറയാൻ മുന്നോട്ട് വരുന്നു എന്നുള്ളത് ഏറെ സന്തോഷം നൽകുന്ന കാലമാണ്. കാരണം കൊല്ലത്തിന്റെ ഈറ്റിലം ആണ്, കഥാപ്രസംഗത്തിന്റെ ഈറ്റിലമാണ് കൊല്ലം എന്ന് പറയുന്നത്. അപ്പൊ കൊല്ലത്തിന്റെ അവകാശപ്പെട്ട ഒരു കലാരൂപം, ആ ഒരു പൈതൃകം നിലനിർത്തേണ്ട ഒരു ഉത്തരവാദിത്വം എന്തായാലും സാറും കുടുംബവും ഏറ്റെടുത്തിട്ടുണ്ട്. അത് നന്നായിട്ട് മുന്നോട്ട് പോകട്ടെ എന്ന് ആശംസിക്കുന്നു.
ഒരിക്കൽ കൂടി പ്രോഗ്രാമിന്റെ എല്ലാവരും ആശംസകൾ നേർന്നുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി. അടുത്തതായി ചീഫ് ഗസ്റ്റിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതിനായിട്ട് മുംബൈ SIES കോളേജ് പ്രൊഫസർ സമ്പത്ത് വി സാംബശിവൻ സാറിനെ ബഹുമാനത്തോടെ സ്വാഗതം ചെയ്യുന്നു. വേദിയിലും സദസ്സിലും സന്നിഹിതരായിട്ടുള്ള വിശിഷ്ടാതിഥികളെ, വിദ്യാർത്ഥി സുഹൃത്തുക്കളെ, വി സാംബശിവൻ ഫൗണ്ടേഷന്റെ ബന്ധുക്കളെ, സുഹൃത്തുക്കളെ, ഏറെ സന്തോഷത്തോടു കൂടിയാണ് ഇന്ന് ഇത്തരത്തിലൊരു ചടങ്ങ് ഇവിടെ സംഘടിപ്പിക്കപ്പെടുന്നത്. ഇപ്പോൾ കൊല്ലം ശ്രീനാരായണ കോളേജിൽ ഇപ്പോൾ ബഹുമാനപ്പെട്ട പ്രിൻസിപ്പൽ പറഞ്ഞതുപോലെ ഞങ്ങളുടെ കുടുംബത്തിന് ആകെ തന്നെ വിദ്യാഭ്യാസം നൽകിയിട്ടുള്ള ഒരു സ്ഥാപനമാണ് കൊല്ലം ശ്രീനാരായണ കോളേജ്. എൻ്റെ മുത്തച്ഛൻ ശ്രീ വി സാംബശിവൻ ഇവിടുത്തെ വിദ്യാർത്ഥിയാണ്. പിന്നീട് എൻ്റെ അച്ഛൻ്റെ തലമുറയിൽപ്പെട്ട എൻ്റെ അച്ഛൻ, എൻ്റെ കൊച്ചച്ഛൻ ഇവിടെയുണ്ട്. ബാക്കി രണ്ടാളുകൾ, എൻ്റെ അമ്മ, എല്ലാവരും ഈ കോളേജിൽ നിന്ന് പഠിച്ചിറങ്ങിയ ആളുകളാണ്. പിൽക്കാലത്ത് ഞാനും ഈ കോളേജിൽ നിന്ന് തന്നെ പഠിച്ച് പുറത്തു വന്നിട്ടുള്ള വിദ്യാർത്ഥിയാണ്. അങ്ങനെ വർഷങ്ങൾക്ക് ശേഷം കൊല്ലം ശ്രീനാരായണ കോളേജിൽ തിരിച്ചെത്തി എന്നുള്ള ഒരു സന്തോഷം ഈ സന്ദർഭത്തിൽ പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നു. ഇന്ന് നമ്മോടൊപ്പം ചേരുന്നത് നേരത്തെ തന്നെ സൂചിപ്പിച്ചതുപോലെ വിദ്വേഷത്തിന്റെ കാലത്തെ സാഹിത്യവും കലയും എന്ന വിഷയത്തെ സംബന്ധിച്ച് സംസാരിക്കുവാൻ, പ്രഭാഷണം നടത്തുവാനായി നമ്മോടൊപ്പം ചേരുന്നത് ബഹുമാന്യനായ കാലടി ശ്രീ ശങ്കരാചാര്യ യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലർ ശ്രീ MV നാരായണൻ സാറാണ്. സാംസ്കാരിക കേരളത്തിന് പ്രത്യേകമായ ഒരു മുഖപുര ആവശ്യമുള്ള വ്യക്തിയല്ല ശ്രീ നാരായണൻ സാർ. നമ്മൾ ഓരോരുത്തരും തന്നെ വളരെ കാലമായി അദ്ദേഹത്തെ കേൾക്കുന്നുണ്ട്. നിരന്തരമായി അദ്ദേഹം പൊതുവേദികളിൽ പ്രത്യക്ഷപ്പെടുകയും ആനുകാലിക പ്രസക്തിയുള്ള ഒട്ടേറെ വിഷയങ്ങളെ സംബന്ധിച്ച് സംസാരിക്കുകയും ചെയ്യുന്നുണ്ട്. എന്നാൽ അത്തരത്തിലുള്ള സംഭാഷണങ്ങളിൽ മാത്രമല്ല, അദ്ദേഹം അക്കാദമിക രംഗങ്ങളിൽ ഏറ്റവും പ്രമുഖമായ നിലയിൽ, ഏറ്റവും പ്രൗഢമായ നിലയിലുള്ള സംഭാവനകൾ നൽകിയിട്ടുള്ള ഒരു അക്കാദമിക് കൂടിയാണ്. കോഴിക്കോട് സർവകലാശാല ഭാഷാ വിഭാഗം മേധാവിയായിരുന്ന അദ്ദേഹം ഇന്ന് നമുക്ക് ഏവർക്കും അറിയാവുന്നതുപോലെ കാലടി ശങ്കരാചാര്യ യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലറാണ്. ഒപ്പം അദ്ദേഹത്തിന്റെ ഗവേഷണ മേഖലകൾ കൾച്ചറൽ സ്റ്റഡീസ്, പോപ്പുലർ കൾച്ചർ, തിയേറ്റർ ആൻഡ് പെർഫോമൻസ് സ്റ്റഡീസ്, ഇന്ത്യൻ തിയേറ്റർ മുതലായവയാണ്. ഞങ്ങൾ ഇത്തരത്തിലൊരു ചർച്ചയ്ക്കായി മുതിരുമ്പോൾ ഞങ്ങൾക്ക് രണ്ടാമതൊന്നും ആലോചിക്കേണ്ടി വന്നില്ല അദ്ദേഹത്തെ സമീപിക്കുവാൻ. കാരണം അദ്ദേഹത്തിന്റെ ഏറ്റവും ഒടുവിലത്തെ പുസ്തകം 2022 റൂട്ട്ലെഡ്ജ് പബ്ലിഷ് ചെയ്തിട്ടുള്ള സ്പേസ്, ടൈം ആൻഡ് വേസ് ഓഫ് സീയിങ് ദ പെർഫോമൻസ് കൾച്ചർ ഓഫ് കൂടിയാട്ടം എന്ന കലാരൂപത്തെ സംബന്ധിച്ച് വളരെ പ്രൗഢമായ ഒരു ഗവേഷണ പുസ്തകമാണ് അദ്ദേഹം പബ്ലിഷ് ചെയ്തിട്ടുള്ളത്. ആ നിലകളിലൊക്കെ സാംസ്കാരിക പഠനങ്ങൾ എന്ന ശാഖയെ സംബന്ധിച്ച് ഏറ്റവും പ്രൗഢമായ സംഭാവനകൾ നൽകിയിട്ടുള്ള ഒരാളെന്ന നിലയിൽ അദ്ദേഹമാണ് ഇത്തരത്തിലൊരു വിഷയത്തിൽ സംസാരിക്കാൻ ഏറ്റവും അനുയോജ്യനായ വ്യക്തി എന്ന ഉത്തമമായ ബോധ്യം ഞങ്ങൾക്കുണ്ടായിരുന്നു. അങ്ങനെയാണ് അദ്ദേഹത്തെ ഞങ്ങൾ സമീപിക്കുന്നത്. ഒരു കാര്യം കൂടി പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ ഈ പരിചയപ്പെടുത്തൽ അവസാനിപ്പിക്കാം. കാരണം വി സാംബശിവൻ സ്മാരക പ്രഭാഷണം, അതിന്റെ ഉദ്ദേശം എന്തായിരുന്നു എന്നുള്ളത് പറഞ്ഞു വെക്കേണ്ടതുണ്ട്. 2005 രൂപമെടുത്ത ഒരു സാംസ്കാരിക സംഘടനയാണ് വി സാംബശിവൻ ഫൗണ്ടേഷൻ. പ്രശസ്തനായ മാർക്സിസ്റ്റ് സൈദ്ധാന്തികൻ P. ഗോവിന്ദപിള്ളയാണ് ഈ സംഘടനയുടെ ഉദ്ഘാടനം നിർവഹിച്ചത്. അന്ന് മുതൽ ഇന്ന് വരെയുള്ള ഈ കാലത്തിനിടയിൽ വളരെ പ്രൗഢമായ നിലയിലുള്ള സാംസ്കാരിക ഇടപെടലുകൾ നടത്താൻ ഞങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട്. കഥാപ്രസംഗം കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ഏറ്റവും പ്രമുഖമായ കേരളത്തിലെ സംഘടനകളിൽ ഒന്നാണ് ഇന്ന് വി സാംബശിവൻ ഫൗണ്ടേഷൻ. ഞങ്ങൾ ഇത്രകാലം നടത്തിയിട്ടുള്ള പ്രവർത്തനങ്ങളുടെ അടിസ്ഥാനത്തിൽ 2020 കൃത്യമായി പറഞ്ഞാൽ 2018 കേരള സർക്കാരിന്റെ സാംസ്കാരിക വകുപ്പിന് വി സാംബശിവന്റെ പേരിൽ ഒരു സ്മാരകം ഉണ്ടാകണം എന്ന നിലയിൽ ഞങ്ങൾ ഒരു പ്രപ്പോസൽ സമർപ്പിക്കുകയും ആ പ്രപ്പോസൽ അംഗീകരിക്കപ്പെടുകയും സാംസ്കാരിക വകുപ്പിന്റെ സഹായത്തോടുകൂടി വി സാംബശിവന്റെ ജന്മനാട്ടിൽ ചവറതെക്കും ഭാഗത്ത് ഇന്ന് ഒരു സാംസ്കാരിക സമുച്ചയം പണി കഴിപ്പിച്ചിട്ടുണ്ട്. അതിന് നേതൃത്വം നൽകിയത് വി സാംബശിവൻ ഫൗണ്ടേഷനാണ്. സ്മാരകങ്ങൾ അങ്ങനെ ഉയർന്നു നിൽക്കുമ്പോഴും ഇപ്പോ ഞങ്ങളുടെ ബഹുമാന്യനായ സെക്രട്ടറി ശ്രീ വസന്തകുമാർ സാംബശിവനും ഒപ്പം നമ്മുടെ കോളേജ് പ്രിൻസിപ്പൽ പറഞ്ഞതുപോലെ കാലത്തോട് സംബന്ധിച്ച കലാകാരനാണ് വി സാംബശിവൻ. അതാത് കാലത്ത് നിലനിന്നിട്ടുള്ള രാഷ്ട്രീയ പ്രശ്നങ്ങളെ യാതൊരു മടിയും കൂടാതെ ഉത്സവപ്പറമ്പുകളിൽ സധൈര്യം അവതരിപ്പിച്ച കലാകാരനാണ് അദ്ദേഹം.
അടിയന്തരാവസ്ഥയെ പറ്റി സംബന്ധിച്ച് ഇവിടെ സംസാരിക്കുകയുണ്ടായി. 1975 ഇന്ദിരാഗാന്ധി അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചപ്പോൾ ആ അടിയന്തരാവസ്ഥയെ ഏതെങ്കിലും തരത്തിൽ കഥാപ്രസംഗ രൂപത്തിൽ അവതരിപ്പിക്കണമെന്ന ചിന്തയോടുകൂടി അന്ന് പാർട്ടിയുടെ ഏറ്റവും ഉന്നതനായ നേതാവായിരുന്ന സഖാവ് EMSന്റെ ആശീർവാദത്തോടുകൂടി 20-ാം നൂറ്റാണ്ടെന്ന വിമൽ മിത്രയുടെ ബംഗാളി നോവൽ അദ്ദേഹം അവതരിപ്പിക്കുകയുണ്ടായി. അതിന്റെ റെക്കോർഡുകൾ ഇപ്പോഴും യൂട്യൂബിലും മറ്റും ലഭ്യമാണ്. നിങ്ങൾ പലർക്കും പോയി കേൾക്കാവുന്നതാണ്. അദ്ദേഹത്തിന്റെ ശബ്ദത്തിൽ നിന്ന് തന്നെ, അദ്ദേഹത്തിന്റെ അവതരണത്തിൽ നിന്ന് തന്നെ അതിന്റെ സത്ത കേൾക്കാവുന്നതാണ്. അദ്ദേഹം പറയുന്നത് അക്കാലത്തെ കൃത്യമായ രാഷ്ട്രീയമാണ്. അങ്ങനെ കൃത്യമായ രാഷ്ട്രീയ ലക്ഷ്യത്തോടുകൂടി കലാപ്രവർത്തനം നടത്തിയിട്ടുള്ള ഒരു കലാകാരനാണ് വി സാംബശിവൻ. അങ്ങനെ രാഷ്ട്രീയ ജീവിയായ ആ കലാകാരനെ വാർത്തെടുക്കുന്നതിൽ അദ്ദേഹത്തിന്റെ കലാലയമായ കൊല്ലം ശ്രീനാരായണ കോളേജിന് വളരെ വലിയൊരു പങ്കുണ്ടായിട്ടുണ്ട്. ഈ തട്ടകത്തിൽ നിന്നാണ് അദ്ദേഹം ഉയർന്നു വന്നത്. കൊല്ലം ശ്രീനാരായണ കോളേജ് നൽകിയ സാംസ്കാരിക മണ്ണിൽ നിന്നാണ്, ആ മണ്ണിൽ പദമൂന്നിൽ നിന്നുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ സാംസ്കാരിക പ്രവർത്തനം തുടങ്ങിയത്. ആ രാഷ്ട്രീയ ലക്ഷ്യം അദ്ദേഹം ജീവിതകാലത്തിലുടനീളം ഉയർത്തിപ്പിടിച്ചിട്ടുണ്ട്. ഏറ്റവും ഒടുവിൽ അവതരിപ്പിച്ച 1996 7 നിമിഷങ്ങൾ എന്ന കഥ അവതരിപ്പിക്കുമ്പോഴും 1995 ഹെർമൻ ഹെസിന്റെ സിദ്ധാർത്ഥ എന്ന നോവൽ അവതരിപ്പിക്കുമ്പോഴും അദ്ദേഹം വളരെ പ്രമുഖമായ നിലയിൽ അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ പക്ഷപാതിത്വം, അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ വീക്ഷണം തന്റെ കലാവേദികളിലൊക്കെ തന്നെ പ്രകാശിപ്പിച്ചിട്ടുണ്ട്. അങ്ങനെ ഒരു കലാകാരനെ അനുസ്മരിച്ച് ഒരു സാംസ്കാരിക പ്രഭാഷണം നടത്തുമ്പോൾ ഈ കാലത്തോട് സംവദിക്കാതെ ഞങ്ങൾക്ക് അത് നടത്താൻ സാധിക്കുകയില്ല. അതിൽ നിന്ന് തന്നെയാണ് ഇത്തരത്തിലൊരു വിഷയം സ്വീകരിക്കപ്പെട്ടത്. ജനുവരി 22 കഴിഞ്ഞിരിക്കുന്നു. ജനുവരി 22 ഈ രാജ്യത്തിന്റെ തന്നെ ഭാഗധേയം മാറ്റി തീർത്ത ഒരു വലിയ സംഭവം നമ്മുടെ നാട്ടിൽ നടന്നിട്ടുണ്ട്. ഇനി അങ്ങോട്ടുള്ള കാലത്ത്, ഇനി വരാനുള്ള കാലത്ത് എന്തൊക്കെയാണ് നമ്മുടെ നാട്ടിൽ നടക്കാൻ പോകുന്നത് എന്നതിന്റെ ഒരു സൂചനയായി നമുക്കതിനെ കാണാം. അതിന് ഒരു സാംസ്കാരിക പ്രതിരോധം തീർക്കേണ്ടത് ഒരു കലാരൂപം എന്ന നിലയിൽ കഥാപ്രസംഗത്തിന്റെ സാമൂഹ്യ പ്രതിബദ്ധത കൂടിയാണ്. അങ്ങനെ കഥാപ്രസംഗത്തെ പരിപോഷിപ്പിക്കുന്ന ഒരു സംഘടനയായ വി സാംബശിവൻ ഫൗണ്ടേഷൻ സ്വീകരിച്ച ആ നിലപാടിനോടൊത്തുചേർന്ന് ഇന്ന് ഇവിടെ ഈ സ്മാരക പ്രഭാഷണം നിർവഹിക്കുവാനായി നമ്മോടൊപ്പം ചേരുന്ന MV നാരായണൻ സാറിനെ പരിചയപ്പെടുത്തുവാനുള്ള ഈ അവസരം ഒരു വലിയ സൗഭാഗ്യമായി കണ്ടുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നന്ദി, നമസ്കാരം. അടുത്തായിട്ട് മൊമന്റോ കൊടുക്കുന്ന ചടങ്ങാണ്. ഡോക്ടർ MV നാരായണൻ സാറിന് മൊമന്റോ പ്രസന്റ് ചെയ്യുന്നതിനായിട്ട് ഓണറബിൾ പ്രിൻസിപ്പൽ ഡോക്ടർ ശ്രീ മനോജ് സാറിനെ സ്വാഗതം ചെയ്യുന്നു. ഈ യോഗം ദീപം തെളിയിച്ച് ഉദ്ഘാടനം ചെയ്യുന്നതിനായി ബഹുമാനപ്പെട്ട പ്രിൻസിപ്പൽ SV മനോജ് സർ, ഡോക്ടർ വസന്ത് കുമാർ സാംബശിവൻ സർ, പ്രൊഫസർ സമ്പത്ത് വി സാംബശിവൻ സർ, ഡോക്ടർ MV നാരായണൻ സർ എന്നിവരെ സ്വാഗതം ചെയ്യുന്നു. ലിറ്ററേച്ചർ ആൻഡ് ആർട്ട് ഇൻ ടൈംസ് ഓഫ് ഹേറ്റ്രഡ്. വിദ്വേഷത്തിന്റെ കാലത്തെ സാഹിത്യവും കലയും എന്ന വിഷയത്തെ അധികരിച്ച് ഇവിടെ മുഖ്യ പ്രഭാഷണത്തിനായി എത്തിച്ചേർന്നിരിക്കുന്ന കാലടി ശ്രീ ശങ്കരാചാര്യ സർവകലാശാലയിലെ ബഹുമാന്യനായ വൈസ് ചാൻസലർ ഡോക്ടർ MV നാരായൺ അവറുകളെ വേദിയിലേക്ക് ഏറെ ബഹുമാനത്തോടെ സ്വാഗതം ചെയ്യുന്നു. ഏറ്റവും ബഹുമാന്യനായ പ്രിൻസിപ്പൽ ഡോക്ടർ മനോജ്, ഡോക്ടർ വസന്ത് കുമാർ സാംബശിവൻ, പ്രൊഫസർ സമ്പത്ത് സാംബശിവൻ, ഈ സദസ്സിലെ അധ്യാപകരെ, വിദ്യാർത്ഥികളെ, സുഹൃത്തുക്കളെ,
ആദ്യം തന്നെ ഒരു ക്ഷമാപണം നടത്തേണ്ട കാര്യമുണ്ട്. ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് വ്യക്തമായിരിക്കുന്ന പോലെ എന്റെ ശബ്ദം ആകെ കുഴപ്പമാണ്. ഈ സർവകലാശാല വൈസ് ചാൻസലർ എന്നുള്ള ഗുമസ്തപ്പണി ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന ഏറ്റവും വലിയൊരു അപകടം എന്നത് വരുന്നവരെ ഒക്കെ കാണേണ്ടി വരും. നിങ്ങളുടെ പ്രിൻസിപ്പളിന് ഉണ്ടാവുന്ന സ്ഥിതിയായിരിക്കുന്നത്. അവരെന്ത് രോഗം കൊണ്ടുവന്നാലും സ്വീകരിക്കാനുള്ള ഒരാളായിട്ടാണ് പലപ്പോഴും ഈ ഓഫീസിൽ ഇരിക്കേണ്ടി വരിക. മുൻപൊരിക്കെ ആദ്യം ഇതിനു വേണ്ടി എന്നെ വിളിച്ച സമയത്ത് അന്നും എനിക്ക് കടുത്ത ചെസ്റ്റ് ഇൻഫെക്ഷൻ ആയ കാരണം ഇത് നീട്ടിവെക്കലാണ് ഉണ്ടായത്. ഇന്നലെ ഇതിന് വരുന്ന കാര്യം ആലോചിച്ചു തുടങ്ങിയ സമയത്ത് രാവിലെ ചുമയും തൊണ്ടയ്ക്ക് വല്ലാത്ത ബുദ്ധിമുട്ടും വന്നുപെട്ടു. പക്ഷേ ഒരു കാരണവശാലും ഇതിന് വരാതിരിക്കുക എന്ന ഒരു ക്രിമിനൽ ആക്ട് ചെയ്യാൻ പാടില്ല എന്നതുകൊണ്ടാണ് ഞാൻ ഇന്നിവിടെ എത്തിയിരിക്കുന്നത്. നിങ്ങൾക്ക് കേൾക്കാൻ പറ്റുന്നുണ്ടോ? അപ്പൊ വളരെ ശബ്ദായമാനമായൊന്നും സംസാരിക്കാൻ എനിക്ക് നിവൃത്തിയില്ല. ഇടയ്ക്ക് വെച്ച് ശബ്ദം പോവുകയാണെങ്കിൽ എന്നോട് ക്ഷമിക്കുക. ഈ ശബ്ദം നിലനിർത്തി ഒരുവിധം പറഞ്ഞു തീർക്കാനുള്ളത് പറഞ്ഞു തീർക്കാനായിട്ട് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. അതാണ് ഇപ്പോഴത്തെ ഒരു സാഹചര്യം. ഈ ദിവസം ഇന്നിവിടെ വരാൻ കഴിഞ്ഞത് വലിയൊരു സൗഭാഗ്യമായാണ് ഞാൻ കരുതുന്നത്. അത് നേരത്തെ ഇവിടെ സൂചിപ്പിച്ച പോലെ ഒരുപക്ഷെ കേരളത്തിന്റെ സാംസ്കാരിക ചരിത്രത്തിലെ ഏറ്റവും പ്രൗഢോജ്വലമായ ഒരു അധ്യായത്തെ, ഒരു പ്രഭാവത്തെ സ്മരിക്കുന്ന ഒരു സന്ദർഭം എന്ന നിലയിൽ മാത്രമല്ല, എന്നെ സംബന്ധിച്ചിടത്തോളം ഇത് എന്റെ ബാല്യകാലത്തിലേക്കും കൗമാരത്തിലേക്കുമുള്ള ഒരു മടങ്ങിപ്പോക്ക് കൂടിയാണ്. ഞാൻ ജനിച്ചു വളർന്നത് തൃക്കാക്കര എന്ന ഒരു സ്ഥലത്താണ്, എറണാകുളം ജില്ലയില്. ഓണം വളരെ ഗംഭീരമായി ആഘോഷിക്കുന്ന വാമനമൂർത്തി ക്ഷേത്രമുള്ള തൃക്കാക്കരയിൽ എല്ലാ ഓണത്തിനും 10 ദിവസത്തെ ഉത്സവം ഉണ്ടാവാറുണ്ട്. ആ ഉത്സവത്തിന് കഥകളി, ഓട്ടംതുള്ളൽ മുതലായ പലതും ഉണ്ടാവുന്നതിന്റെ കൂടെ കഥാപ്രസംഗവും ഉണ്ടാകാറുണ്ട്. പലപ്പോഴും ആസ്വാദകരെ ചിരിപ്പിക്കുകയും നമ്മുടെ സാധാരണ ഭാഷയിൽ ഉപയോഗിക്കുന്ന കോൾമയിർ കൊള്ളിപ്പിക്കുകയും വളരെ സജസ്റ്റീവായ രീതിയിൽ വൈകാരികമായ തലത്തിൽ കഥയെ പറഞ്ഞൊപ്പിക്കുന്ന മറ്റു പലരുടെയും കഥാപ്രസംഗങ്ങൾ അതിനു മുൻപ് അവിടെ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ശ്രീ സാംബശിവന്റെ കഥാപ്രസംഗം ഒഥല്ലോ, കേൾക്കാനില്ലേ? ഇല്ല, കേൾക്കാനുണ്ടോ? ശ്രീ സാംബശിവന്റെ കഥാപ്രസംഗം കേട്ടപ്പോൾ 14 വയസ്സുള്ള എനിക്ക് ഇതിലെന്തോ വ്യത്യാസമുണ്ട് എന്ന് അന്ന് തോന്നുകയുണ്ടായി. കാരണം ഒരു നിലയ്ക്ക് സദസ്സിന്റെ കാണികളുടെ, കേൾവിക്കാരുടെ മൃദുല വികാരങ്ങളെ ഉത്തേജിപ്പിച്ചുകൊണ്ട് അവരെ രസിപ്പിക്കുക എന്ന ഒരു ഉദ്ദേശത്തിനേക്കാൾ ഉപരിയായി മറ്റൊരു നിലയ്ക്ക് അതൊരു എഡ്യൂക്കേറ്റീവ് എക്സ്പീരിയൻസ് ആയിരുന്നു. യഥാർത്ഥത്തിൽ ആ സദസ്സിനെ വിദ്യാഭ്യാസം കൊടുക്കുന്ന പോലെ അവർക്ക് മൂല്യവത്തായ, ഉത്കൃഷ്ടമായ ലോക ക്ലാസിക്കുകളെ തന്നെ പരിചയപ്പെടുത്തുന്ന രീതിയിൽ അവരുടെ മനോമണ്ഡലത്തിന്റെ ചക്രവാളങ്ങൾ വികസിപ്പിക്കുന്ന രീതിയിൽ അവർക്ക് പുതിയ ഭാവുകത്വങ്ങൾ കൊടുക്കുന്ന രീതിയിലുള്ള ഒരു കഥ പറച്ചിലായിരുന്നു അന്ന് ഞാൻ കേട്ടത്. ഇപ്പോൾ ഈ പറഞ്ഞ പോലെയൊന്നും അന്ന് ആലോചിച്ചിട്ടില്ല. എന്തോ വ്യത്യാസമുണ്ട്, ഇത് ഗൗരവമുള്ള കാര്യമാണ് എന്ന് അന്ന് ബോധ്യം വന്നു. അതിനുശേഷം അതിനടുത്ത വർഷവും അവിടെ തന്നെയാണ് ആന്റിഗണി ഉണ്ടായത്. പിന്നീട് ചില അവസരങ്ങളിലെല്ലാം
മറ്റ് ക്ഷേത്രങ്ങളിലും. ഞാൻ ഒടുവിൽ അദ്ദേഹത്തിന്റെ കേട്ടത് എറണാകുളം മഹാക്ഷേത്രത്തിൽ ക്വൈറ്റ് ഫ്ലൂസ് ദ ഡോൺ എന്ന് പറയുന്ന റഷ്യൻ കഥയുടെ ഒരു ആവിഷ്കാരമായിരുന്നു. സാംബശിവനെ നാം ഇന്ന് ഓർക്കുമ്പോൾ ഓർക്കേണ്ട വലിയ ചില കാര്യങ്ങളുണ്ട്. കഥ പറയുക എന്നത് ഏതൊരു സംസ്കാരത്തിന്റെയും ജനതയുടെയും ഏറ്റവും അടിസ്ഥാനപരമായ ചോദനകളിൽ ഒന്നാണ്. ഈ കഥ പറയാനുള്ള ആവശ്യം കൊണ്ടാണ് നാം തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും എന്തെങ്കിലും പറയുമ്പോൾ പലപ്പോഴും അത് കഥയുടെ രൂപത്തിലായിരിക്കും പറയുക. ആ പറയുന്നതിന് ഒരു ആദിയും ഒരു മധ്യവും ഒരു അന്ത്യവും നമുക്കുണ്ടാവും. ഈ കഥ പറയാനുള്ള ചോദന കൊണ്ടാണ് നമുക്ക് ഇതിഹാസങ്ങൾ ഉണ്ടായിട്ടുള്ളത്, നമുക്ക് പാട്ടുകൾ ഉണ്ടായിട്ടുള്ളത്, വടക്കം പാട്ടുകളും തോറ്റം പാട്ടുകളും അല്ലെങ്കിൽ ഇംഗ്ലീഷിലെ ബാലഡ്സ് എന്നൊക്കെ പറയുന്ന കവിതകൾ ഉണ്ടായിട്ടുള്ളത്. ഈ കഥ പറയാനുള്ള ആവശ്യം കൊണ്ടാണ് ഭാരത പട്ടേരി എന്ന് പറയുന്ന ഭാരതം വായിച്ച് അർത്ഥം പറഞ്ഞു കൊടുക്കുന്ന ഒരു സമ്പ്രദായം നമ്മുടെ മഹാക്ഷേത്രങ്ങളിൽ ഉണ്ടായിരുന്നത്. ഇതേ കഥ പറയാനുള്ള ചോദനയിൽ നിന്നാണ് ചാക്യാരുകൂത്തും ഓട്ടംതുള്ളലും മറ്റനേകം രൂപങ്ങളും ഉണ്ടായിരുന്നത്. ആ നിലയ്ക്ക് കഥ പറയുക, പാഠകം മറ്റൊരു ഉദാഹരണമാണ്. കഥ പറയുക എന്നത് ഒട്ടും പുതിയ ഒരാശയമല്ല. മനുഷ്യന്റെ ഏറ്റവും സ്ഥായിയായ, ഏറ്റവും അടിസ്ഥാനപരമായ വാഞ്ചകളിൽ ഒന്നാണ്, അവന്റെ അല്ലെങ്കിൽ അവളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആസ്വാദന കളരികളിൽ ഒന്നാണ് ഈ കഥ പറയൽ എന്നത്. പക്ഷെ കഥാപ്രസംഗത്തിന്റെ പ്രാധാന്യം എന്നത് ഒരു പക്ഷേ കേരളത്തിൽ ആധുനിക കാലത്ത് ഉയർന്നു വന്ന തികച്ചും നവീനമായ ഒരു കഥ പറച്ചിൽ രൂപമായിരുന്നു കഥാപ്രസംഗം. അതിൽ സൂക്ഷ്മമായി നോക്കുകയാണെങ്കിൽ മുൻപുണ്ടായിരുന്ന ആഖ്യാന രൂപങ്ങളുടെ, അത് ചാക്യാർകൂത്താവട്ടെ, പാഠകമാവട്ടെ, ഭാരതം കഥ പറച്ചിലാവട്ടെ, പാട്ടുകളാവട്ടെ, ഇതിന്റെ എല്ലാം അംശങ്ങൾ സന്നിവേശിപ്പിച്ചിരുന്നു എന്നുണ്ടെങ്കിലും അവയുടെയെല്ലാം സംസ്കാരങ്ങൾ അതിനകത്തുള്ളടങ്ങിയിരുന്നു എന്നുണ്ടെങ്കിലും കഥാപ്രസംഗത്തിന് തികച്ചും വ്യത്യസ്തമായ ഒരു മുഖമുണ്ടായിരുന്നു. ആ മുഖം എന്നത് അത് ആധുനികമായിരുന്നു, അടിമുടി എന്നതാണ് അതിന്റെ പ്രത്യേകത. കഥാപ്രസംഗം ഉയർന്നു വരുന്നത് പ്രത്യേകിച്ച് കേരളത്തിലെ സാമൂഹിക പരിഷ്കരണത്തിന്റെയും ആധുനികീകരണത്തിന്റെയും ഒരു സാഹചര്യത്തിൽ ജാതി വ്യവസ്ഥകളെ ഉല്ലംഘിക്കുന്ന രീതിയിൽ വൈക്കം സത്യാഗ്രഹവും മറ്റു പലതരത്തിലുള്ള പരിഷ്കരണ പ്രസ്ഥാനങ്ങളും ജാതിയുടെ അതിർവരമ്പുകളെ ഭേദിച്ചുകൊണ്ട് മനുഷ്യനെ മനുഷ്യനായി കാണാനുള്ള ശ്രമത്തിന്റെ ഭാഗമായി ശ്രീനാരായണ ഗുരുവിന്റെയും വി.ടി. ഭട്ടതിരിപ്പാടിന്റെയും കുമാരനാശാന്റെയും അയ്യങ്കാളിയുടെയും ചട്ടമ്പി സ്വാമികളുടെയും ഇവരുടെയെല്ലാം കൂട്ടായുള്ള ശ്രമത്തിന്റെ ഫലമായി നാം നമ്പൂതിരിയും നായരും പറയനും പുലയനും ഒക്കെ അല്ലാതെയായി മലയാളിയായി മാറുന്ന ഒരു സാഹചര്യമായിരുന്നു അന്നുണ്ടായിരുന്നത്. ഒരർത്ഥത്തിൽ മലയാളിയെ കണ്ടെത്തുകയായിരുന്നു അന്ന് ചെയ്തത്. ആ കണ്ടെത്തുക എന്ന് പറയുന്ന പ്രക്രിയയിൽ, അതിനുള്ള ശ്രമത്തിൽ കഥാപ്രസംഗം വളരെ പ്രധാനപ്പെട്ട ഒന്നായിരുന്നു. കാരണം ഉച്ച നീചത്വങ്ങളെ അതിലംഘിക്കുന്ന രീതിയിൽ ഒന്നുകൂടി ശ്രദ്ധിക്കേണ്ടതുണ്ട്. വൈക്കം സത്യാഗ്രഹത്തിന് ശേഷമാണ് ക്ഷേത്രങ്ങളിലേക്ക് ഉന്നത ജാതിയിൽപ്പെട്ടവർക്കല്ലാത്തവർക്ക് പ്രവേശനം ലഭിച്ചിട്ടുള്ളത്. ആ പ്രവേശനം ലഭിച്ചവരെ കൂടി ഈ ക്ഷേത്രത്തിന്റെ സമുദായമായി, സമൂഹമായി പരിഗണിച്ചു കൊണ്ടുവന്ന ഒരു സാഹചര്യത്തിൽ അവർക്ക് കൂടി ആക്സസ് ഉള്ള, അവർക്ക് കൂടി അനുഭവവേദ്യമാകുന്ന ഒരു രൂപത്തെ ചിട്ടപ്പെടുത്തിയെടുക്കുക എന്നത് നേരത്തെ സൂചിപ്പിച്ച പോലെ കുമാരനാശാൻ അത് സൂചിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അതിനകത്ത് വ്യക്തമായ ഒരു സാമൂഹികമായ ബോധമുണ്ടായിരുന്നു എന്നതിൽ സംശയം വേണ്ട. പക്ഷെ അപ്പോഴും ശ്രീ സാംബശിവന്റെ പ്രത്യേകത എന്നത് നാം പലപ്പോഴും ജനകീയ കല, ജനപ്രിയ കല
എന്നൊക്കെയുള്ള പ്രയോഗങ്ങൾ കേട്ടിട്ടുണ്ടാവും. ജനങ്ങളുടെ കലയാണ് ജനകീയ കല എന്നും ജനങ്ങളെ പ്രീതിപ്പെടുത്തുന്ന, അവരെ സന്തോഷിപ്പിക്കുന്ന, അല്ലെങ്കിൽ പുതിയൊരു ഭാഷയിൽ പറയുകയാണെങ്കിൽ അവരെ ഇക്കിളിപ്പെടുത്തുന്ന രീതിയിലുള്ള കലകളാണ് ജനപ്രിയ കല എന്നുണ്ടെങ്കിൽ ഈ രണ്ട് വ്യത്യാസങ്ങൾ പലപ്പോഴും പറയപ്പെടാറുണ്ട്. നമ്മൾ ഇംഗ്ലീഷിൽ പോപ്പുലർ ആർട്ട് എന്ന് പറയുന്നതിനെ മലയാളത്തിൽ ഈ തരത്തിലുള്ള ഒരു വിഭജനത്തോടുകൂടി കാണാറുണ്ട്. ഇതിന്റെ പ്രാധാന്യം, ഈ വ്യത്യാസത്തിന്റെ പ്രാധാന്യം ഒരുപക്ഷെ സാംബശിവന്റെ കഥാപ്രസംഗത്തിന്റെ പരിസരത്തിൽ തന്നെ കാണേണ്ടി വരും. കാരണം പലപ്പോഴും ജനകീയമാക്കുക എന്ന ഒരു പ്രയോഗം കലാരൂപങ്ങളുടെ അന്തസത്തയെ ഇല്ലാതാക്കിക്കൊണ്ട് അവയെ ലളിതവൽക്കരിച്ചുകൊണ്ട് ഇംഗ്ലീഷിൽ ലൈറ്റൻ എന്ന് പറയും. അതിന്റെ ഭാരം, അതിന്റെ ഘനം, അതിന്റെ സത്ത എന്നത് കുറച്ചുകൊണ്ട് ആൾക്കാർക്ക് നൽകുക എന്നതാണെങ്കിൽ സാംബശിവൻ ഒരിക്കലും അതല്ല ചെയ്തത് എന്നാലോചിക്കേണ്ടി വരും. ഒരുപക്ഷെ ലോക സാഹിത്യത്തിലെ ഏറ്റവും ഉത്കൃഷ്ടമായ കൃതികൾ എന്ന് പരിഗണിക്കാവുന്ന ആന്റിഗണിയും ഒഥെല്ലോവും ബ്രദേഴ്സ് കാരമസോവും, നേരത്തെ ശ്രീ വസന്തകുമാർ പറഞ്ഞ പോലെ ബ്രദേഴ്സ് കാരമസോ എന്ന് പറയുന്നത് പറഞ്ഞു തീർക്കാൻ കഴിയുന്ന ഒരു കഥയല്ല. അതിന്റെ ആഴവും പരപ്പും അതിന്റെ ഒരു ഇന്റൻസിറ്റി എന്ന് പറയുന്നത് വാക്കുകൾക്ക് അതീതമാണ്. അത്തരത്തിലുള്ള ഉത്കൃഷ്ട കൃതികളെ, ക്ലാസിക്കുകളെ അതിന്റെ വക്കം മൂലയും പോകാതെ, അല്ലെങ്കിൽ അതിന്റെ ഇതിവൃത്തത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളെ തന്നെ സൂക്ഷ്മമായി തിരഞ്ഞെടുത്ത് അത് സാധാരണക്കാർക്ക് അനുഭവവേദ്യമാക്കുകയും അവരുടെ ഭാവുകത്വത്തിൽ തന്നെ വലിയൊരു പരിണാമം ഉണ്ടാക്കുകയും ചെയ്ത പ്രവൃത്തിയാണ് സാംബശിവൻ ചെയ്തത്. പണ്ട് നാട്യശാസ്ത്രത്തില് ഭരതമുനി എഴുതുന്നുണ്ട് എന്താണ് നാടകത്തിന്റെ ലക്ഷ്യം എന്നതിനെ കുറിച്ച്. ധർമ്മോധർമ്മ പ്രവൃത്താനാം കാമകാമോപസേവിനം നിഗ്രഹോ ദുർവിനീതാനാം വിനീതാനാം ദമക്രിയ ക്ലീബാനാം ധാർഷ്ട്യകരണം ഉത്സാഹ ശൂരമാനിനം അബുധാനാം വിബോധശ്ച വൈദുഷ്യം വിദുഷാമപി പറഞ്ഞു പോകുന്നു. ഭരതൻ സൂചിപ്പിക്കുന്നത് കളിയുടെ അന്തിമമായും ആയ ലക്ഷ്യം എന്നത് മനുഷ്യരെ ഉദ്ധരിക്കുക എന്നതാണ്, നന്നാക്കുക എന്നതാണ്, ലോകത്തെ തന്നെ ഉദ്ധരിക്കുക എന്നതാണ്. ആ അർത്ഥത്തിൽ ഏറ്റവും നല്ല ധർമ്മികളുടെ ധർമ്മപ്രവൃത്തിയും ഏറ്റവും നല്ല കാമസേവനവും ഏറ്റവും ലോകത്തിന് ഉത്കൃഷ്ടമായിട്ടുള്ള എല്ലാ പ്രവൃത്തികളും എന്ത് എന്ന് മനുഷ്യകുലത്തിന് പറഞ്ഞു കൊടുക്കുന്ന, പഠിപ്പിച്ചു കൊടുക്കുന്ന ഒരു അധ്യാപന കർമ്മമാണ് കലയുടേത് എന്ന് ഭരതമുനി സൂചിപ്പിക്കുന്നുണ്ട്. സാംബശിവൻ നാടകക്കാരനായിരുന്നില്ല, പക്ഷെ അദ്ദേഹത്തിൽ നാടകമുണ്ടായിരുന്നു. പാട്ടുകാരനും കഥ പറച്ചിലുകാരനും അഭിനേതാവും നടനും ഒക്കെയായിരുന്ന സാംബശിവൻ ഒരർത്ഥത്തിൽ ആ നാട്യശാസ്ത്രകാരന്റെ ഒരു ലക്ഷ്യത്തെ തന്നെയാണ് ഇവിടെയും സാക്ഷാത്കരിക്കാൻ ശ്രമിച്ചത്. അദ്ദേഹത്തിന്റെ ലക്ഷ്യമെന്നത് ലോകത്തെ നന്നാക്കുക, ഏറ്റവും ഉത്കൃഷ്ടമായ സാഹിത്യകൃതികൾ ഏറ്റവും സാധാരണക്കാർക്ക് അനുഭവവേദ്യമാക്കുകയും അവരുടെ മാനസികമായ ഉന്നമനത്തിന്, അവരുടെ ഒരു ഭാവുകത്വ സൃഷ്ടിക്ക് താൻ ആയുധമായി തീരുക എന്നതായിരുന്നു അദ്ദേഹം കരുതിയിരുന്നത്. അതോടൊപ്പം മറ്റൊന്നുകൂടി ആലോചിക്കേണ്ടി വരും. ആ കാലം എന്നത് ലോകത്തെ മാറ്റാൻ കഴിയും എന്ന് വിശ്വസിച്ചിരുന്നവരുടെ കാലമാണ്. ലോകം നന്നാക്കാൻ കഴിയും, ലോകത്തിൽ ജനാധിപത്യം സ്ഥാപിക്കാൻ കഴിയും, ലോകത്ത് മതനിരപേക്ഷതയുണ്ടാക്കുവാൻ കഴിയും, സ്വാതന്ത്ര്യം എന്നത് മനുഷ്യൻ അർഹതപ്പെട്ട ഒരു കാര്യമാണ് എന്നും എല്ലാവരും തുല്യരായിട്ടുള്ള ഒരു ലോകത്തെ സ്വപ്നം കണ്ടുകൊണ്ടുള്ള വലിയ വലിയ മഹാനുഭാവരുടെ കാലമായിരുന്നു അത്. നാരായണ ഗുരുവും ഗാന്ധിജിയും അയ്യാ വൈകുണ്ഠസ്വാമി അതിനു മുൻപ് പോയ കാലത്തും ഇത്തരത്തിലുള്ള നാളെകളെ കുറിച്ച് ചിന്തിച്ചിട്ടുള്ള വലിയ മഹാനുഭാവരുടെ കാലം എന്നത് ശുഭാപ്തി വിശ്വാസത്തിന്റെ കാലം കൂടിയായിരുന്നു. വൈക്കം സത്യാഗ്രഹത്തിന്റെ സമയത്ത്
ഗാന്ധി നാരായണ ഗുരുവിനെ വന്ന് കാണുമ്പോൾ, അതിനു മുമ്പ് തിരുവിതാംകൂറിലെ മഹാറാണിയെ കണ്ടു കഴിഞ്ഞപ്പോൾ അവരോട് ഇതിന് അനുവാദം കൊടുക്കുകയല്ലേ എന്ന് ചോദിച്ചപ്പോൾ അവർ മറുപടി പറഞ്ഞുപോൽ, അത് ജനങ്ങളുടെ ശ്രമം കൊണ്ട് തന്നെ കിട്ടട്ടെ. എന്നിട്ട് അന്ന് അവർ ഗാന്ധിജിയോട് പറഞ്ഞു, അങ്ങ് മഹാത്മാവാണല്ലോ, ഇവിടെയും ഞങ്ങൾക്കുണ്ടൊരു മഹാത്മാവ്. നാരായണ ഗുരുവിനെ സൂചിപ്പിച്ചുകൊണ്ടാണ് അവരത് പറയുന്നത്. അത്തരം മഹാത്മാക്കൾ ലോകത്തെ തന്നെ മാറ്റുവാൻ, പരിണമിപ്പിക്കുവാൻ, പുതിയ ലോകങ്ങളെ സൃഷ്ടിക്കുവാനുള്ള ഉൾക്കാമ്പുള്ള മനുഷ്യർ ജീവിച്ചിരുന്ന, അല്ലെങ്കിൽ അവരുടെ തുടർച്ചക്കാർ ജീവിച്ചിരുന്ന ഒരു കാലത്തിന്റെ സന്തതിയായിരുന്നു സാംബശിവൻ. ആ ഒരു കാലത്തിന്റെ സന്തതി എന്ന നിലയ്ക്ക് അദ്ദേഹത്തിന് തീർച്ചയായും അദ്ദേഹം നല്ല കാലങ്ങളെ സ്വപ്നം കണ്ടിരുന്നു. ആ നല്ല കാലങ്ങളുടെ, നല്ല നാളേകളുടെ സൃഷ്ടിക്ക് വേണ്ടി അദ്ദേഹം ഉത്കൃഷ്ടമായ സാഹിത്യ കൃതികളിലൂടെ സാധാരണക്കാർക്ക് ആ നല്ല നാളേകളുടെ സ്വപ്നങ്ങൾ പകർന്നു കൊടുക്കുകയാണ് ചെയ്തത്. ഇവിടെയാണ് സാംബശിവൻ ഒരുപക്ഷെ അന്ന് ഉണ്ടായിരുന്ന മറ്റു പല കഥാപ്രാസംഗികരിൽ നിന്നും പിന്നീട് നമ്മുടെ ഇടയ്ക്ക് ഉയർന്നു വന്നിട്ടുള്ള വളരെ വിപണി കേന്ദ്രിതമായ കലാരൂപങ്ങളുടെ സംസ്കാരത്തിൽ നിന്നും തീർത്തും വ്യത്യസ്തമായി മാറുന്നത്. ഇന്ന് നമ്മുടെ ടെലിവിഷൻ മാധ്യമങ്ങളിലും സിനിമയിലും സംഗീത മേഖലയിലുമെല്ലാം പ്രത്യേകിച്ച് ലോകത്തെക്കുറിച്ചൊരു ദർശനം ഉണ്ട് എന്നുണ്ടെങ്കിൽ അത് വളരെ ലളിതവൽക്കരിച്ച ഒരു ദർശനവും, മറ്റൊരു നിലയ്ക്ക് ലോകത്തെ മാറ്റിയെടുക്കുക എന്നൊരു സാധ്യത തന്നെ തീർത്തും വിപാടനം ചെയ്യപ്പെട്ടു കഴിഞ്ഞിട്ടുള്ള ഒരു സംസ്കാരമായിട്ട്, കച്ചവടത്തിന് വേണ്ടി മാത്രമായി, കല വിറ്റഴിക്കുവാൻ വേണ്ടി മാത്രമായി, മറ്റൊരു നിലയ്ക്ക് നിങ്ങളെ, ആസ്വാദകരെ വളരെ കൃത്യമായ ലക്ഷ്യങ്ങളിലേക്ക് എത്തിച്ചേർത്തുവാൻ വേണ്ടി ചില ഉൽപ്പന്നങ്ങളുടെ വിൽപ്പനയ്ക്കോ, ചില ആശയങ്ങളുടെ പ്രചരണത്തിനോ, ചില പ്രത്യേക രീതിയിലുള്ള രാഷ്ട്രീയ ധാരണകളുടെ അംഗീകാരത്തിനോ വേണ്ടിയുള്ള, പ്രചരണത്തിനോ വേണ്ടിയുള്ള രൂപങ്ങളായിട്ട് കലകള് ഇന്ന് മാറിക്കഴിഞ്ഞിരിക്കും. അതിൽ നിന്നും വളരെ വ്യത്യസ്തമായിരുന്നു സാംബശിവന്റേത് എന്നാണ് ഞാൻ പറയാൻ ശ്രമിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇന്ന് സാംബശിവനെ ഓർക്കേണ്ടത് ഒന്നുപോയ ഒരു മഹാനുഭാവൻ എന്ന നിലയ്ക്കല്ല. വളരെ ദുഃഖത്തോടെ പറയട്ടെ, നമുക്ക് നഷ്ടപ്പെട്ട ചില സ്വപ്നങ്ങളെ ഓർക്കുന്ന നിലയ്ക്കാണ് സാംബശിവനെ നാം ഓർക്കേണ്ടത്. നമ്മുടെ മുൻ തലമുറകൾ കണ്ട സ്വപ്നങ്ങൾ തികച്ചും ജനാധിപത്യപരമായ, മതനിരപേക്ഷമായ, ആളുകൾ തമ്മിൽ സ്പർദ്ധയില്ലാത്ത, നാരായണഗുരു പറയുന്നുണ്ട്, അവൻ ഇവൻ എന്നതൊക്കെയോർത്താൽ അവനിൽ ആദിമമായ ഒരു ആത്മരൂപം, അവൻ ആത്മസുഖത്തിനാചരിക്കുന്നവ അപരന് സുഖത്തിനായി വരയണം. ശങ്കരാചാര്യരുടെ അദ്വൈതത്തെ ഭൂമിയിലേക്ക് ഇറക്കുകയാണ് നാരായണഗുരു ചെയ്തത്. അഹവും ബ്രഹ്മവും തമ്മിലുള്ള അഭേദമായിരുന്നു ശങ്കരാചാര്യരുടെ അദ്വൈതം എന്നുണ്ടെങ്കിൽ നാരായണഗുരുവിനോട് ചോദിച്ചാൽ അദ്ദേഹം പറയും, ഞാൻ ശങ്കരന്റെ കാൽപാദങ്ങൾ പിന്തുടർന്നിട്ട് മാത്രമേ ഉള്ളൂ എന്ന് പറയും. പക്ഷെ യഥാർത്ഥത്തിൽ ആകാശത്ത് നിന്നൊരു അദ്വൈതത്തെ ഭൂമിയിലേക്ക് ഇറക്കുകയും ഞാനും ബ്രഹ്മവും തമ്മിലുള്ള അഭേദത്തെ ഞാനും അപരനും തമ്മിലുള്ള അഭേദമാക്കി മാറ്റിയ നാരായണ ഗുരുവിന്റെ കാഴ്ച എന്നത് ജനാധിപത്യത്തിന്റെ ഏറ്റവും അടിസ്ഥാനപരമായി നിൽക്കുന്ന ഒരാണിക്കല്ലാണ്. ഞാനും നീയും തമ്മിൽ വ്യത്യാസമില്ല, അവനും ഇവനും തമ്മിൽ വ്യത്യാസമല്ല. അവൻ ഇവൻ എന്നതൊക്കെ ഓർത്താൽ അവനിൽ ആദിമമായ ഒരു ആത്മരൂപം. ഞാനും നീയും ഒന്നാണ്. നിന്നിലുള്ളതെന്തോ അത് എന്നിലുമുണ്ട്, എന്നിലുള്ളതെന്തോ അത് നിന്നിലുമുണ്ട് എന്ന് പറയുമ്പോൾ ഞാനെന്ന് പറയുന്ന, അഹം എന്ന് പറയുന്ന വ്യത്യസ്തമായൊരു ചിന്തയ്ക്കിടം നൽകാതെ നാം ഒന്നിന്റെ ഭാഗമാണ് എന്ന് കാണുമ്പോൾ എനിക്ക് നിന്നെ വെറുക്കാൻ കഴിയില്ല, നിനക്ക് എന്നെയും വെറുക്കാൻ കഴിയില്ല. കാരണം നീ എന്നെ എന്തുകൊണ്ട് വെറുക്കുന്നുവോ അതിന്റെ അംശം നിന്നിലുണ്ടെന്നും നിന്നെ ഞാൻ എന്തുകൊണ്ട് വെറുക്കുന്നുവോ അതിന്റെ അംശം എന്നിലുണ്ട് എന്നും ഞാൻ തിരിച്ചറിയുന്ന ഒരു സന്ദർഭം വരും. ഇതാണ് അദ്വൈതത്തിന്റെ അടിസ്ഥാനം. അത് മാനുഷികമായ ഒരു അദ്വൈതത്തിന്റെ സ്വഭാവമാക്കി നാരായണഗുരു മാറ്റുകയും അതിനെ കുമാരനാശാൻ തുടരുകയും ചെയ്യുമ്പോൾ മലയാളിക്ക് അന്ന് ലഭ്യമായത്
വലിയ ഒരു ലോകത്തിന്റെ കാഴ്ചയായിരുന്നു. എല്ലാവരും തുല്യരായ, എല്ലാവർക്കും ഒരുപോലെ സാധ്യതകളുള്ള, സ്ത്രീ പുരുഷ ഭേദമില്ലാതെ, ജാതി ഭേദമില്ലാതെ എല്ലാവർക്കും ഒരേപോലെ മനുഷ്യരായി ജീവിക്കാൻ കഴിയുന്ന ഒരു വലിയ ലോകത്തിന്റെ കാഴ്ചയായി. ആ കാഴ്ച പങ്കിട്ട ആളാണ് സാംബശിവൻ. ഇന്ന് നാം തിരിച്ച് സാംബശിവനെ ഓർക്കുമ്പോൾ ആ കാഴ്ച നഷ്ടപ്പെട്ടവരായിട്ടാണ് നാം ഇന്ന് ഓർക്കേണ്ടി വരിക. ആ കാഴ്ച നഷ്ടപ്പെട്ടവർ മാത്രമല്ല, നഷ്ടപ്പെടുത്തിയവർ കൂടിയാണ് നാം. കാരണം ഇന്ന് ഇവിടെയാണ് ഞാൻ പറയുന്ന സംഗതിയിലേക്ക് എത്തുന്നത്. ഇന്ന് എന്നത് വിദ്വേഷത്തിന്റെ കാലമായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. നേരത്തെ സൂചിപ്പിച്ച പോലെ എവിടെയെല്ലാം വേലിക്കെട്ടുകൾ നാം പൊളിച്ചു മാറ്റിയോ ആ വേലിക്കെട്ടുകളൊക്കെ തിരിച്ചു കൊണ്ടുവരിക മാത്രമല്ല ഇന്ന് നടക്കുന്നത്. പുതിയ വേലിക്കെട്ടുകളും മതിലുകളും പണിതുകൊണ്ടിരിക്കുകയാണ്. അവൻ ഇവൻ എന്നത് ആവർത്തിച്ച് പറയുകയും അവനും ഇവനും ഭേദമുണ്ട് എന്ന് വീണ്ടും വീണ്ടും വളരെ സംഘശക്തിയോടുകൂടി പറഞ്ഞു തീർക്കുകയും, സംഘം എന്നുള്ള വാക്കിന്റെ അർത്ഥം മാറിയിട്ടോ, ബുദ്ധമതത്തിലുള്ള സംഘമല്ല ഇന്നത്തെ സംഘം. അപ്പോ ആ സംഘശക്തിയോടുകൂടി തന്നെ അത് ഞാനും നീയും ഒന്നല്ല എന്ന് സ്ഥാപിക്കുകയും ചെയ്യുന്ന ഒരു കാലമെത്തിയിരിക്കുന്നു. ഈ കാലത്ത് സാംബശിവൻ ഉണ്ടാകുമായിരുന്നെങ്കിൽ എന്തായിരിക്കും ചെയ്യുക? അല്ലെങ്കിൽ സാംബശിവനെ പോലൊരാള് ഇന്നുണ്ടെങ്കിൽ, ഒരു കവി, ഒരു എഴുത്തുകാരൻ, ഒരു കലാകാരൻ, എന്തായിരിക്കും അദ്ദേഹം അല്ലെങ്കിൽ ആ വ്യക്തി ചെയ്യുക എന്നതാണ് പ്രധാന ചോദ്യം. ഇവിടെ ഒന്നുകൂടി നമുക്ക് തിരിച്ച് സാംബശിവനിലേക്ക് പോകാം. നാം ഗൗരവമായിട്ട് ആലോചിക്കേണ്ട ഒരു കാര്യമുണ്ട്. എന്തിനാണ് സാംബശിവൻ പഴയ കാലങ്ങളിലെ ഷേക്സ്പിയറിന്റെയും സൊഫോക്ലിസിന്റെയും ദസ്തയേവ്സ്കിയുടെയും മറ്റും എടുത്ത് ഇന്നുള്ള ആളുകൾക്ക് പറഞ്ഞു കൊടുത്തത്? സാംബശിവന് പുതിയ കഥകൾ ഉണ്ടാക്കാമായിരുന്നല്ലോ. അത് വേണമെങ്കിൽ എഴുതി കൊടുക്കാൻ തയ്യാറുള്ള ആളുകളും ഉണ്ടായിരുന്നല്ലോ. കുമാരനാശാന്റെ തുടർച്ചക്കാരായ എഴുത്തുകാരുണ്ടല്ലോ. തീർച്ചയായും സാംബശിവൻ മനസ്സിരുത്തിയാൽ അത്തരമൊരു കഥ എഴുതാനും അദ്ദേഹത്തിന് യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടാകുമായിരുന്നില്ലല്ലോ. പിന്നെ എന്തുകൊണ്ടാണ് അദ്ദേഹം നൂറ്റാണ്ടുകൾക്ക് മുമ്പ് സൊഫോക്ലിസ് എഴുതിയ ആന്റിഗണിയും ഏതാണ്ട് 5 or 6 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഷേക്സ്പിയർ എഴുതിയ ഒഥല്ലോയും ഇത്തരത്തിലുള്ള കൃതികൾ എടുത്തുകൊണ്ട് എന്തുകൊണ്ട് അദ്ദേഹം ചെയ്തു? ഒരു നിലയ്ക്ക് നാം നേരത്തെ സൂചിപ്പിച്ച അവ ലോക ക്ലാസിക്കുകളാണ് എന്ന ബോധമായിരിക്കാം. പക്ഷെ അതിനപ്പുറം പോകുന്ന ഒരു ബോധമുണ്ട്. അത് കലയുടെ തന്നെ ആത്യന്തികമായ സത്യത്തെക്കുറിച്ചുള്ള ബോധമാണ്. സത്യമായ കല എന്നത് അത് ഏതൊരു കാലത്തെയും അടയാളപ്പെടുത്തുന്ന പോലെ തന്നെ അത് കാലങ്ങൾക്കപ്പുറം പോയി പിന്നീടുള്ള കാലങ്ങളോട് സംസാരിക്കും. ആ സംസാരിക്കുന്നത് സ്വന്തം കാലത്തോട് നീതി പുലർത്തുന്നത് കൊണ്ടാണ് മറ്റുള്ള കാലങ്ങൾക്കും അത് പ്രധാനമായി മാറുന്നത്. വാൾട്ടർ ബെന്യാമിൻ എന്ന് പറയുന്ന പ്രസിദ്ധനായ സൈദ്ധാന്തികൻ, തത്വചിന്തകൻ, ജർമ്മനിയുടെ ഫാഷിസ്റ്റ് കാലത്ത് ജീവിച്ചുകൊണ്ടിരുന്ന കാലത്ത് അദ്ദേഹം നാസി ജർമ്മനിയിൽ നിന്നും രക്ഷപ്പെടാനുള്ള ശ്രമത്തിൽ അത് പരാജയപ്പെടുമെന്ന് തീർത്തും മനസ്സിലായി കഴിഞ്ഞപ്പോൾ ആത്മഹത്യ ചെയ്ത ഒരാളാണ്. പക്ഷേ അദ്ദേഹം കൊടുത്തുവിട്ട ഒരു ചെറിയ കടലാസിന്റെ പൊതി ഹന്ന അരൻഡ് എന്ന വേറൊരു തത്വചിന്തക തിയഡോർ അഡോണോയ്ക്ക് അമേരിക്കയിൽ കൊണ്ടു കൊടുക്കുകയും വർഷങ്ങൾക്ക് ശേഷം അത് പ്രസിദ്ധീകരിക്കുകയും ചെയ്തു. ആ പ്രസിദ്ധീകരിച്ച പുസ്തകത്തിന്റെ ചെറിയൊരു പുസ്തകമാണ്. ആ പുസ്തകത്തിന്റെ പേരാണ് തീസിസ് ഓൺ ദ ഫിലോസഫി ഓഫ് ഹിസ്റ്ററി, ചരിത്രത്തിന്റെ തത്വശാസ്ത്രം എന്ന് പറഞ്ഞുകൊണ്ട്. അതിൽ അദ്ദേഹം ഒരു കാര്യം പറയുന്നുണ്ട്. ആപത്തിന്റെ നിമിഷത്തിൽ മിന്നിമറയുന്ന ഒരു ഓർമ്മയെ കയ്യെത്തിപ്പിടിക്കുന്ന പോലെയാണ് ചരിത്രം എന്ന്. വെറുതെ നാം ജപമാലയിൽ ഉരുക്കഴിക്കുന്ന പോലെ മണികൾ എണ്ണി 1, 2, 3, 4 എന്ന് പറയുന്ന പോലെയല്ല ചരിത്രം ചുരുളഴിക്കേണ്ടത്. മറിച്ച് ഏതോ അതിഭീകരമായൊരു ആപത്ത് അതിന്റെ മുഖത്ത് നിൽക്കുമ്പോൾ നമ്മുടെ തന്നെ പിൻകാലങ്ങളിലേക്ക്, സ്വന്തം ഭൂതകാലത്തിലേക്ക്, നമ്മുടെ മുൻഗാമികളുടെ ഭൂതകാലത്തിലേക്ക്
നമ്മുടെ കുലത്തിന്റെയും വംശത്തിന്റെയും സംസ്കാരത്തിന്റെയും ഭൂതകാലങ്ങളിലേക്ക് നാം ഊളിയിട്ട് ചെല്ലുമ്പോൾ പെട്ടെന്നൊരു മിന്നൽ പിണര് പോലെ ഒരു ഓർമ്മ ഉയർന്നു വരുന്നു. ആ ഓർമ്മയിൽ നാമും മുൻകാലങ്ങളിലുള്ള ഒരു അനുഭവവും തമ്മിൽ കൂടിച്ചേരുന്നു. ആ മിന്നൽ പിണരിൽ ഇതുവരെ കാണാത്ത പോലെ നാം നമ്മുടെ സറൗണ്ടിങ്സ് എന്ന് പറയുന്നത്, നമ്മുടെ സാഹചര്യങ്ങൾ എന്ന് പറയുന്നത്, നമ്മുടെ കാലം എന്ന് പറയുന്നതിനെ പെട്ടെന്ന് ഇതുവരെ കാണാത്ത തിരിച്ചറിവോടുകൂടി കാണും. നിങ്ങള് മിന്നല് വരുന്ന സമയത്ത് കണ്ണു തുറന്നിരിക്കാൻ ധൈര്യമുള്ളവർ നോക്കിയാൽ മതി. ഒരു വെളിച്ചത്തും കാണാൻ കഴിയാത്ത പോലെ നിങ്ങൾക്ക് നിങ്ങളുടെയും നിങ്ങളുടെ ചുറ്റുപാടിനെയും കാണാൻ കഴിയും. അത് കാണുന്ന വെളിച്ചം, തരുന്ന വെളിച്ചം, അല്ലെങ്കിൽ അത് തരുന്ന തെളിച്ചം എന്നത് മറ്റൊന്നിനും നൽകാൻ കഴിയാത്ത പോലെയാണ്. അതാണ് ചരിത്രം നൽകേണ്ടത്. മുൻകാലങ്ങളിൽ ഉണ്ടായ കാര്യങ്ങൾ വെറുതെ എണ്ണി എണ്ണി പറയുന്നതിനപ്പുറം ഈ കാലത്തിലേക്ക് പ്രഭ വീശുന്ന രീതിയിൽ, ഇതിന് തെളിച്ചം നൽകുന്ന രീതിയിൽ, നമ്മൾക്ക് നമ്മെ തന്നെ മനസ്സിലാക്കുവാൻ കഴിയുന്ന രീതിയിലുള്ള ഒരു മിന്നൽ പിണരായി വരുമ്പോഴാണ് ഓർമ്മ ചരിത്രമാകുന്നത്. സാംബശിവൻ, ആന്റിഗണിയും ഒഥല്ലോയും, ദസ് ഫ്ലോ ക്വൈറ്റ് ഫ്ലോസ് ദ ഡോണും, ബ്രദേഴ്സ് കാരമസോവും ഒക്കെ നമ്മുടെ നാട്ടിലെ സാധാരണക്കാരോട് പറഞ്ഞു കൊടുക്കുമ്പോൾ അദ്ദേഹത്തിന്റെ ഉള്ളിലുള്ള ബോധം എന്നത് അവർ മറ്റൊരു ദേശത്താകുമ്പോഴും മറ്റൊരു കാലത്താകുമ്പോഴും അവരുടെ അനുഭവങ്ങൾ പ്രത്യക്ഷേണ വിഭിന്നമെന്ന് തോന്നുമ്പോഴും അവയെയും നമ്മയെയും കൂട്ടിയിണക്കുന്ന, അവരുടെ അനുഭവങ്ങളെയും നമ്മുടെ അനുഭവങ്ങളെയും കൂട്ടിച്ചേർക്കുന്ന, അവരുടെ പ്രത്യാശകളെയും നമ്മുടെ മോഹങ്ങളെയും കൂട്ടിയിണക്കുന്ന ചില അടരുകളുണ്ട് എന്ന ബോധമാണ്. ഇതിന്റെ എല്ലാം അടിസ്ഥാനമായി നിൽക്കുന്ന ഒരു മനുഷ്യത്വമുണ്ട് എന്ന ബോധമാണ്. അതിന് കാലത്തിനെയും ദേശത്തിനെയും സംസ്കാരത്തിനെയും ഭാഷയെയും ഒക്കെ ഉല്ലംഘിച്ചു പോവുകയും മനുഷ്യ സമുദായത്തിന്റെ, മനുഷ്യ സമൂഹത്തിന്റെ ഒത്തുചേരുന്ന ഒരു സമൂഹത്തിന്റെ സാധ്യത സൃഷ്ടിക്കാൻ കഴിയും എന്നുള്ള ബോധവുമാണ്. ഇവിടെയാണ് നാം മനസ്സിലാക്കേണ്ടത്, എല്ലാ കലയും അതേ ഒരു കാലത്തിന് വേണ്ടിയാണ് എന്നിരിക്കുമ്പോഴും ഒരു കലയും ആ കാലത്തിന് മാത്രം വേണ്ടിയുള്ളതല്ല എന്നത്. എല്ലാ കലയും സ്വന്തം കാലത്തോട് സംസാരിക്കുമ്പോഴും സ്വന്തം കാലത്തെക്കുറിച്ച് സംസാരിക്കുമ്പോഴും അത് മറ്റു കാലങ്ങളോടും മറ്റാളുകളോടും മറ്റു ദേശങ്ങളോടും സംസാരിക്കുന്നു, അവയെക്കുറിച്ചും സംസാരിക്കുന്നു. ഇത് പ്രാർത്ഥിക്കുന്നുണ്ടല്ലോ അല്ലേ? ശരി. ഈ ഒരു കാലത്തെ കൂട്ടിച്ചേർക്കുന്ന, കാലങ്ങളെ കൂട്ടിച്ചേർക്കുന്ന, കാലങ്ങളെ അതിക്രമിച്ചു പോകുന്ന, ദേശകാല വൈജാത്യങ്ങളില്ലാത്ത രീതിയിലുള്ള ഒരു മനുഷ്യ സമൂഹത്തെ സൃഷ്ടിച്ചെടുക്കുന്ന കർമ്മമാണ് കലയുടെ കർമ്മം, സാഹിത്യത്തിന്റെ കർമ്മം. ഞാനിതിങ്ങനെ പറയാൻ കാര്യം, അപ്പോഴുള്ള ചോദ്യം എന്നത് എന്തായിരിക്കും ഇന്ന് ഈ വിദ്വേഷത്തിന്റെ കാലത്ത് ഒരു കവിയോ ഒരു കലാകാരനോ സൃഷ്ടിക്കേണ്ട കല അല്ലെങ്കിൽ സാഹിത്യം എന്നത്. നമുക്ക് ചില കാര്യങ്ങൾ ഇവിടെ പറയേണ്ടി വരും. ഇത് ജനാധിപത്യത്തിന്റെ വിനാശകാലമാണ്. ഇനി ഈ കാര്യങ്ങൾ എന്താണ് ഭംഗ്യന്തരേണ പറയേണ്ട ആവശ്യമില്ലാതെയായി കഴിഞ്ഞിരിക്കുന്നു. സമ്പത്ത് സൂചിപ്പിച്ച പോലെ കഴിഞ്ഞ 22-ാം തീയതിക്ക് ശേഷം മറ നീക്കി എല്ലാം പുറത്തു വന്നു കഴിഞ്ഞിരിക്കും. അത് വ്യക്തമായും ഒരു ദേശത്തിന്റെ, ഒരു രാജ്യത്തിന്റെ അടുത്ത ഘട്ടത്തിലേക്കുള്ള പ്രയാണത്തിന്റെ ആദ്യത്തെ കാൽവയ്പ് തന്നെയാണത്. എ ടൈം ഇസ് ഓവർ, എ ന്യൂ ടൈം ഹാസ് ബിഗൺ. ഫ്രഞ്ച് വിപ്ലവത്തിന്റെ കാലത്ത് ഫ്രഞ്ച് വിപ്ലവകാരികൾ അന്ന് ചെയ്തൊരു കാര്യമുണ്ട്. ആ വിപ്ലവം ആരംഭിച്ച സമയത്ത് ബാസ്റ്റീൽ എന്ന് പറയുന്ന വലിയൊരു പ്രാകാര ഗോപുരത്തിന്റെ മുകളിൽ നിൽക്കുന്ന ഘടികാരത്തിന് നേരെ അവർ വെടിവെച്ചു, ആ ഘടികാരം നിർത്തലാക്കുവാൻ വേണ്ടി. കാരണം വിപ്ലവാനന്തരം വരുന്നത് പുതിയൊരു കാലമാണ് എന്ന ബോധം അവർക്കുള്ളതുകൊണ്ട് കലണ്ടറുകൾ, ക്ലോക്കുകൾ മാറേണ്ടതുണ്ട് എന്ന ബോധത്തിൽ ഊന്നിക്കൊണ്ടാണ്
അവർ ക്ലോക്കുകൾക്ക് നേരെ വെടിവെച്ചത്. ഇവിടെ വെടിയൊന്നും വെച്ചില്ല, ക്ലോക്കുകൾ നിർത്തിയുമില്ല. പക്ഷേ പുതിയൊരു സമയം ആരംഭിച്ചു കഴിഞ്ഞു, പുതിയൊരു കാലം ആരംഭിച്ചു കഴിഞ്ഞു. അത് ജനാധിപത്യത്തിന്റെ വിനാശകാലമാണ്. ഇത് ഈ രീതിയിൽ തന്നെ പറഞ്ഞില്ലെങ്കിൽ നാം നമ്മോട് തന്നെ സത്യം പറയാത്ത അവസ്ഥയായിരിക്കും ഉണ്ടാവുക. ഈ കാലത്ത് സഹവർത്തിത്വമോ സ്നേഹമോ മൈത്രിയോ ഈ വാക്കുകൾക്കൊക്കെ പ്രാധാന്യമുണ്ട് എന്ന് ആലോചിക്കുക. സഹവർത്തിത്വവും സ്നേഹവും മൈത്രിയുമൊക്കെ ഏറ്റവും പ്രധാനപ്പെട്ട മത സങ്കല്പങ്ങളായിരുന്നു. സഹവർത്തിത്വം എന്നത് ഇസ്ലാമിന്റെ സങ്കല്പമാണെന്നുണ്ടെങ്കിൽ സ്നേഹം എന്നത് ക്രിസ്തുമതത്തിന്റെ സങ്കല്പമാണ്, മൈത്രി എന്നത് ബുദ്ധമതത്തിന്റെയും. ഈ മൈത്രിയെ കുറിച്ചാണ് നാരായണ ഗുരു പിന്നീട് എഴുതുന്നത്. ഇവയെല്ലാം കൂട്ടിച്ചേർത്തുകൊണ്ടുള്ള ഒരു മൈത്രിയുടെ, ഒരു സൗഹൃദത്തിന്റെ, ഒരു സഹാനുഭൂതിയുടെ, ദയയുടെ സാധ്യതയാണ് നാരായണ ഗുരു ആവശ്യപ്പെട്ടത്. പക്ഷേ അത്തരത്തിലുള്ള മനുഷ്യനും കൂടിച്ചേരുന്ന, അന്യോന്യം ഒരുമിച്ച് ചേരുന്ന, മറ്റൊരുവിനെ താനായി പരിഗണിക്കുന്ന ആ ഒരു സാധ്യത തന്നെ ഇല്ലാതാക്കിക്കൊണ്ടാണ് നമ്മുടെ 22-ാം തീയതി ഉദിച്ചത്. അതിനു മുൻപേ അത് നടന്നു കഴിഞ്ഞിരിക്കുന്നു. ഗുജറാത്തിലും ദാദ്രിയിലും ഊന എന്ന് പറയുന്ന സ്ഥലത്തും മണിപ്പൂരിലും ഒക്കെ ഇത് ആവർത്തിച്ച് നടന്നു കഴിഞ്ഞിരിക്കുന്നു. നമ്മളുടെ സഹോദരങ്ങളായ മുസ്ലിങ്ങളെയും നമ്മുടെ സഹോദരങ്ങളായ ന്യൂനപക്ഷങ്ങളെയും നമ്മൾ തന്നെയായ ദളിതരെയും അന്യവൽകൃതമാക്കുകയും ഈ രാജ്യത്തിന്റെ ഭാഗമല്ലാതെ നിർമ്മിച്ചെടുക്കുകയും ചെയ്യുന്ന കൃത്യമായ ഒരു ഭരണകൂട വ്യവസ്ഥ വന്നു കഴിഞ്ഞിരിക്കുന്നു. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്നത് നാം ഇവിടെ ആലോചിക്കുമ്പോൾ മതനിരപേക്ഷത എന്നത് കേവലം ഭരണഘടനയുടെ ഒരംശം മാത്രമല്ല. മതനിരപേക്ഷത എന്നത് ഒരു രാജ്യത്തെ ഘടിപ്പിക്കുന്നതിന്റെ ആണിക്കല്ലായ തത്വം കൂടിയാണ് എന്ന് മനസ്സിലാക്കേണ്ടത്. കാരണം മതനിരപേക്ഷതയാണ് ജനാധിപത്യത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട, ഏറ്റവും കാതലായ തത്വം. മതനിരപേക്ഷതയില്ല ഭരണകൂടത്തിന് ഏതെങ്കിലും ഒരു പ്രത്യേക മതത്തോടോ ഏതെങ്കിലും ഒരു പ്രത്യേക വിശ്വാസ രീതിയോടോ കൃത്യമായ പ്രതിപത്തിയോ അവരോടൊപ്പം നിൽക്കുകയോ ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ അതോടെ ഭരണകൂടം മാത്രമല്ല ഈ രാജ്യവും പൂർണ്ണമായി ജനാധിപത്യ വിരുദ്ധമാകുന്ന ഒരവസ്ഥ എത്തിച്ചേരും. ഞാൻ ഈ രീതിയിൽ ഇത് പറയാൻ കാര്യം, ഇതിവിടെ മാത്രമല്ല സംഭവിച്ചിട്ടുള്ളത്. ഇതിനു മുൻപ് മറ്റു പലയിടങ്ങളിലും ഇത് സംഭവിച്ചിട്ടുണ്ട്. ജർമ്മനിയിലും ഇറ്റലിയിലും, എന്തിന് സെർബിയ, ഈസ്റ്റേൺ യൂറോപ്പിലെ സെർബിയ മുതലായ രാജ്യങ്ങളിലും, ഏറ്റവും അടുത്ത് ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുന്ന പലസ്തീനിലെ കലഹത്തിലും എല്ലാം ഒരു പക്ഷം, ഭൂരിപക്ഷം വരുന്ന കൂടുതൽ ശക്തിയുള്ള, കൂടുതൽ കരുത്തുള്ള ഒരു പക്ഷം അധികാരം കൈയാളുകയും അതേപോലെ അധികാരമില്ലാത്ത, ശക്തിയില്ലാത്ത, കരുത്തില്ലാത്ത മറ്റു പക്ഷങ്ങളെ ഇല്ലാതാക്കുകയും ചെയ്യുന്നതിന്റെ കഥകൾ കൃത്യമായി നമുക്ക് നമ്മുടെ പിന്നിലെ ചരിത്രം നോക്കുകയാണെങ്കിൽ, ഇന്നത്തെ ചരിത്രം നോക്കുകയാണെങ്കിലും നമുക്ക് കാണാൻ കഴിയും. ഇങ്ങനെയൊരു കാലത്ത് എങ്ങനെയാണ് കലയുണ്ടാവുക? എന്തായിരിക്കും ഈ കാലത്തെ സാഹിത്യത്തിന്റെ സ്വഭാവം? ഇവിടെയാണ് ഒരുപക്ഷെ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ഒരു കാലവും മറ്റൊരു കാലവും തമ്മിലുള്ള സംവേദനം സാധ്യമാക്കുന്ന, ഈ കാലത്തെ അടയാളപ്പെടുത്തുകയും അതിലൂടെ ഇനി വരുന്ന ഒരു കാലത്തിന് ഇതെന്താണ് സംഭവിച്ചത്, എന്തായിരുന്നു അതിന്റെ രീതി എന്നും തിരിച്ചറിയുവാൻ കഴിയുള്ള സാഹിത്യവും കലയും ഉണ്ടായി വരേണ്ടത്. സബ അൽ ഹക്കീം എന്ന് പറയുന്ന പലസ്തീനിയനായ ഒരു സ്ത്രീ എടുത്തൊരു സിനിമയുണ്ട്. ആ സിനിമ ഒരു ഡോക്യുമെന്ററി ഫിക്ഷനാണ്. സ്വന്തം അമ്മയെ കുറിച്ചുള്ള ഒരു ഡോക്യു ഫിക്ഷനാണ്. അതില് ദ സ്കിൻ ഓഫ് ദ ഫിലിം എന്നാണ് അതിന്റെ പേര്. അതിൽ അവർ സിനിമയുടെ തന്നെ ചരിത്രത്തെ, സിനിമയുടെ രൂപത്തെ തന്നെ തീർത്തും മാറ്റിക്കൊണ്ട്, അതിലെ കാഴ്ചശീലങ്ങളെ തീർത്തും മാറ്റിക്കൊണ്ട് പുതിയൊരു പദ്ധതി ഉണ്ടാക്കുകയുണ്ടായി.
അതിനെ പിന്നീട് വന്ന സൈദ്ധാന്തികർ ഹാപ്റ്റിക് എന്ന് വിളിച്ചു. അതിലവർ ചെയ്തത് ഒരു ഷോട്ട് തുടങ്ങുന്നത് എന്താണ് എന്ന് നമുക്ക് വ്യക്തമാവാത്ത രീതിയിൽ വളരെ ക്ലോസപ്പില്, വളരെ സൂക്ഷ്മമായ ക്ലോസപ്പില് ഒരു പ്രതലം കാണുന്നു. ആ പ്രതലം പതുക്കെ പതുക്കെ പിന്നാക്കം പോകുമ്പോഴും അത് ഒരു വ്യക്തിയുടെ തൊലിപ്പുറമേയുള്ള ഒരു വടുവാണ് എന്ന് നമുക്ക് മനസ്സിലാവും. സ്കാർ എന്ന് പറയില്ലേ, സ്കാർ ഒരു വടുവാണ് എന്ന് മനസ്സിലാവും. പിന്നെയും അത് പിന്നോക്കം പോകും തോറും അത് ഒരു വയറിൽ ഉള്ള വടുവാണ് എന്ന് മനസ്സിലാകുന്നു. പിന്നെയും പോകുമ്പോഴാണ് അതൊരു സ്ത്രീയുടെ വയറ്റത്തുള്ള മറുവാണ്, വടുവാണ് എന്നും അത് അബോർഷൻ നടത്തിയതിന്റെ ഭാഗമായി ഉണ്ടായിട്ടുള്ള ഒരു സ്കാറാണ് എന്ന് മനസ്സിലാവുന്നത്. പിന്നെയാണ് കഥ മാറുന്നത്. പലസ്തീനിലുള്ള അതിഭീകരമായ ബോംബ് ആക്രമണത്തിന്റെ സമയത്ത്, വർഷങ്ങൾക്ക് മുമ്പുള്ള അവസ്ഥയാണ്, ബോംബ് ആക്രമണത്തിന്റെ സമയത്ത് അവർക്ക് ഭീകരമായ രക്തസ്രാവം ഉണ്ടാവുകയും ഉടൻ തന്നെ അവരെ ആസ്പത്രിയിൽ എത്തിക്കുകയും ട്യൂബുലർ പ്രഗ്നൻസിയായി മാറിയ ഘട്ടത്തിൽ അവർക്ക് സർജറി ചെയ്ത് ആ കുട്ടിയെ പുറത്തേക്ക് എടുക്കേണ്ടതും കുട്ടി നഷ്ടപ്പെടുകയും ചെയ്ത ഒരു കഥ ആരംഭിക്കുന്നത് നമുക്ക് തൊട്ടാൽ, നമ്മുടെ ശരീരത്തിൽ തൊടുന്ന പോലെ തൊട്ടാൽ അറിയുന്ന ഒരു കാഴ്ചയോടെയാണ്. ഇതിന് സമാന്തരമായി അതിൽ വന്ന മറ്റൊരു ദൃശ്യം എന്താണ് എന്ന് വീണ്ടും നമുക്ക് കൃത്യമായി മനസ്സിലാവാൻ കഴിയാത്ത, സിമന്റിന്റെയും കല്ലിന്റെയും മറ്റും വളരെ വളരെ ക്ലോസപ്പായിട്ട് എടുത്തിട്ടുള്ള ഒരു ദൃശ്യം കൂടുതൽ കൂടുതൽ പിന്നാക്കം പോകും തോറും അത് വെടിയുണ്ടകൾ മതിലുകളിൽ കൊണ്ട പാടുകളാണെന്നും ബോംബിന്റെ വർഷത്തിൽ നഷ്ടപ്പെട്ട വീടുകളുടെ ഈ സീലിംഗ്, അതിന്റെ മേൽക്കൂരയിൽ വന്നിട്ടുള്ള പാടുകളാണെന്നും സാവകാശം നമുക്ക് കണ്ടറിയും. അവിടെ ഉണ്ടാവുന്നത് മുൻപേ ഉണ്ടായിരുന്ന പോലെ ദൂരെ നിന്നും വലിയ ഡിസ്റ്റന്റ് ആയിട്ടുള്ളൊരു ഷോട്ട് എടുത്തിട്ട് ഇതിന്റെ ആകത്തുക കാണിക്കുകയല്ല അവിടെ ചെയ്യുന്നത്. ഒരു സ്ത്രീയുടെ, അവരുടെ സ്വന്തം കുഞ്ഞിനെ നഷ്ടപ്പെട്ട ഒരു സ്ത്രീയുടെ ആ വേദന എന്നത് ഈ ഒരു വടുവിലൂടെ, ഈ ഒരു ഓപ്പറേഷൻ സ്കാറ് നമ്മൾ തൊട്ടറിയുന്ന രീതിയിൽ നിന്നും ആരംഭിക്കുമ്പോൾ, അല്ലെങ്കിൽ തലയ്ക്ക് മുകളിൽ ബോംബ് വീഴുന്നതിന്റെയും വെടിയുണ്ടകളുടെ വർഷത്തിന്റെയും അനുഭവം എന്ന് പറയുന്നത് തൊട്ടടുത്ത് നിന്ന് നാം കാണുകയും ചെയ്യുമ്പോൾ അവിടെ കാലം അടയാളപ്പെടുത്തപ്പെടുകയാണ്. ഇതുവരെ അടയാളപ്പെടുത്തപ്പെടാത്ത പോലെ അവിടെ അടയാളപ്പെടുത്തുകയാണ്. നാം ആ കാലത്തെ ഇത്ര ദൂരെ ഇരുന്നും ഇത്ര മാറിയിരുന്നും നാം നേരിട്ട് അനുഭവിക്കാതെയും നേരിട്ടറിയാതെയും നാം നേരിട്ടറിയുകയാണത്. നമ്മുടേതായി മാറുകയാണ് ആ അനുഭവം. ഇന്ന് അത് അനിവാര്യമായി മാറിയിരിക്കുന്നു. കാരണം ഇന്ന് കഴിഞ്ഞ ദിവസങ്ങൾ നിങ്ങൾ നോക്കിയിട്ടുണ്ടെങ്കിൽ കശ്മീരിലുണ്ടായ കാര്യങ്ങൾ എഴുതിയതിന് കാരവൻ എന്ന് പറയുന്ന മാധ്യമത്തിനെ സെൻസർ ചെയ്തു. അതിന്റെ തൊട്ടു പിന്നാലെ അതെടുത്തിട്ട്, വയറല്ലേ, അത് ന്യൂസ് ക്ലിക്കോ, അതെടുത്ത് അവർ പ്രസിദ്ധീകരിക്കുന്നു. മുൻപൊരു കാലത്ത് അമേരിക്കയില് വാട്ടർഗേറ്റ് സ്കാൻഡൽ റിച്ചർഡ് നിക്സൺ എന്നുള്ള അമേരിക്കൻ പ്രസിഡന്റ് വൈറ്റ് ഹൗസിൽ പ്രസിഡന്റായി ഇരിക്കുന്ന കാലത്ത് ചെയ്ത കൃത്യമായൊരു കുറ്റകൃത്യം പുറത്തു കൊണ്ടുവരാനായി ആദ്യം ന്യൂയോർക്ക് ടൈംസ് അത് കൊണ്ടുവരുന്നു. ആദ്യത്തെ ന്യൂസ് വരുമ്പോഴേക്കും ഭരണകൂടം ഇടപെട്ട് അവർക്കെതിരെ റിസ്ട്രെയിനിങ് ഓർഡർ കൊണ്ടുവരുന്നു. 2 ദിവസം കഴിയുമ്പോൾ വാഷിംഗ്ടൺ പോസ്റ്റ് അതെടുത്ത് പ്രസിദ്ധീകരിക്കുന്നു. അവരുടെതിരെ റിസ്ട്രെയിനിങ് ഓർഡർ കൊണ്ടുവരുന്നു. അതിനടുത്ത ദിവസം ഷിക്കാഗോ ട്രിബ്യൂൺ അത് പ്രസിദ്ധീകരിക്കുന്നു. അവസാനം ഭരണകൂടത്തിന് ഒന്നും ചെയ്യാൻ കഴിയാത്ത പോലെ അനേകം മാധ്യമങ്ങൾ ഈ കഥയുടെ പല അംശങ്ങളായി അമേരിക്ക മുഴുവൻ പ്രസിദ്ധീകരിക്കുന്നു. അത് മാധ്യമങ്ങളുടെ പ്രതിരോധമായിരുന്നു. പക്ഷെ അത്തരമൊരു പ്രതിരോധം പോലും അല്ലാത്ത രീതിയിൽ മാധ്യമങ്ങളുടെ കഥ പറയാതിരിക്കുകയാണ്, പ്രത്യേകിച്ച് കേരളത്തിലെ മാധ്യമങ്ങളുടെ കഥ പറയാതിരിക്കുകയാണ് നല്ലത്. മുട്ടില് നിൽക്കാൻ പറഞ്ഞാൽ നിലത്ത് കിടക്കുന്ന രീതിയിലായി കഴിഞ്ഞിട്ടുണ്ട്. ജർമ്മനിയിലെ
ഫാഷിസ്റ്റ് ഭരണകാലത്ത്, ഹിറ്റ്ലറിന്റെ ഭരണകാലത്ത് 1939 എഴുതിയ ഒരു കൃതിയുണ്ട്. നിങ്ങളിൽ ചിലരെങ്കിലും ഇംഗ്ലീഷും ഹിസ്റ്ററിയും വിദ്യാർത്ഥികളാണ് എന്നറിയാം. തോമസ് മാൻ എന്ന ഒരു നോവലിസ്റ്റിന്റെ പേര് കേട്ടിട്ടുണ്ടാവും. മാജിക് മൗണ്ടൻ ഒക്കെ എഴുതിയിട്ടുള്ള നോവലിസ്റ്റാണ് തോമസ് മാൻ. അദ്ദേഹത്തിന്റെ മകളായിരുന്നു എറിക്ക മാൻ. എറിക്ക മാൻ സ്കൂൾ ഫോർ ബാർബേറിയൻസ് എന്ന ഒരു പുസ്തകം രചിച്ചിട്ടുണ്ട്. ആ പുസ്തകം യഥാർത്ഥത്തിൽ ജർമ്മൻ നാസി കാലത്തെ സ്കൂൾ വിദ്യാഭ്യാസത്തിന്റെയും സ്കൂളുകളും വിദ്യാലയങ്ങളും എങ്ങനെ നാസി പ്രൊപ്പഗാൻഡയ്ക്ക് വേണ്ടി അവരുടെ രാഷ്ട്രീയമായ പ്രത്യയശാസ്ത്രത്തിന്റെ പ്രചരണത്തിന് വേണ്ടിയും അതിനനുസൃതമായ വിദ്യാർത്ഥികളെ സൃഷ്ടിക്കുവാനും ഉപയോഗിച്ചു എന്ന് സൂചിപ്പിക്കുന്ന ഗ്രന്ഥമാണ്. ചൈൽഡ് നാസീസ് എന്നറിയുന്ന രീതിയിൽ കിൻഡർ നാസീസ്, കൊച്ചുകുട്ടിക്കാലം മുതൽ ഇവരെ നാസി പ്രത്യയശാസ്ത്രത്തിലേക്ക് സന്നിവേശിപ്പിക്കുന്നു. അതിന്റെ ക്ലാസുകൾ നൽകുന്നു. എല്ലാവരെയും വെറുക്കുവാനും അവർക്കെതിരെ ചാരപ്രവൃത്തി ചെയ്യാനും കുട്ടികളെ പ്രേരിപ്പിക്കും. ഈ ചാരപ്രവൃത്തി പലപ്പോഴും സ്വന്തം കുടുംബാംഗങ്ങൾക്കെതിരെയായിരിക്കും. അപ്പോ ആ പുസ്തകത്തില് 2 കഥകൾ പറയുന്നുണ്ട്. അതിലൊരു കഥ, പല കഥകളും ഉണ്ട്, പക്ഷെ അതിലൊരു കഥ കൊച്ചുകുട്ടികളുടെ ഒരു യോഗം ചേർത്ത് അതിലൊരു കുട്ടി വന്നിട്ട് പറയാണ്, എന്റെ അച്ഛൻ നാസി വിരുദ്ധ പ്രവൃത്തികളിൽ പങ്കെടുക്കുന്ന ആളാണ്. അദ്ദേഹത്തിന്റെ പുസ്തക ശേഖരത്തിൽ മാർക്സിന്റെ പുസ്തകങ്ങളുണ്ട്, ഹെഗലിന്റെ പുസ്തകങ്ങളുണ്ട്. അദ്ദേഹം ഇത് വളരെ ഗോപ്യമായിട്ട് വെക്കുകയും രാത്രി അത് വായിക്കുകയും ചെയ്യുന്ന ആളാണ് എന്നൊരു കുട്ടി വന്ന് ഈ നാസി പാർട്ടിയുടെ നേതാക്കളോട് പറയുന്നു. വേഗം ആ കുട്ടിയുടെ അച്ഛനെ അറസ്റ്റ് ചെയ്തു കൊണ്ടുവരുന്നു. അപ്പോൾ തന്നെ ജയിലിലേക്ക് അയക്കുന്നു. ഈ കുട്ടിക്ക് വലിയ പാരിതോഷികങ്ങളും മിലിറ്ററി യൂണിഫോമും അതിനനുസരിച്ചിട്ടുള്ള റാങ്കും ഒക്കെ ആ കുട്ടിക്ക് ആ യോഗത്തിൽ തന്നെ സമ്മാനിക്കുന്നു. നിങ്ങൾ ആലോചിക്കണം, കുട്ടിയുടെ വയസ്സ് 5 or 6 ആണ്. അതേ പ്രായത്തിലുള്ള കുട്ടികളാണ് മുൻപിലിരിക്കുന്നത്. ചിൽഡ്രൻ ക്യാൻ ബി വെരി ക്രൂവൽ. കുട്ടികളെ പോലെ ക്രൂരരാകാൻ കഴിവുള്ളവർ വളരെ കുറവാണ്. ഈ മുമ്പിലിരിക്കുന്ന കുട്ടികൾ ആലോചിക്കുന്നത്, എനിക്കും ഇതുപോലെ പാരിതോഷികം കിട്ടണ്ടേ, എനിക്കും ഇതുപോലെ പ്രമോഷൻ കിട്ടണ്ടേ, ബാക്കിയുള്ളവരുടെ മുമ്പിൽ ഞാനും വലിയ ആളാവണ്ടേ. ഈ ചെയ്തിരിക്കുന്നത് ഒരു നാടകമാണ്. ഇത് യഥാർത്ഥത്തിലുള്ളൊരു മകനോ യഥാർത്ഥത്തിലുള്ള അച്ഛനോ അല്ല. പക്ഷെ ഇത്തരം ഒരു നാടകം കളിക്കുന്നതോടുകൂടി അതിന്റെ തൊട്ടു പിന്നാലെ പല കുട്ടികളും വന്ന് എന്റെ അച്ഛൻ ഇങ്ങനെയാണ്, എന്റെ അമ്മ ഇങ്ങനെയാണ്, എന്റെ അമ്മാവൻ ഇങ്ങനെയാണ്, അവർ നാസി വിരുദ്ധ പ്രവർത്തനം ചെയ്യുന്നവരാണ് എന്ന് പറഞ്ഞ് അവരെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോവാണ്. എന്താണ് ഇവിടെ നടക്കുന്നത്? ഭീതി എന്ന് പറയുന്നത്, ഭയം എന്ന് പറയുന്നത് കുടുംബത്തിനകത്ത് തന്നെ സ്ഥാപിക്കുകയാണ്. നിങ്ങൾ നിങ്ങളുടെ ഭാര്യയെയോ ഭർത്താവിനെയോ മക്കളെയോ ആരെയും വിശ്വസിക്കാൻ കഴിയാത്ത പോലെ പൂർണ്ണമായ അവിശ്വാസത്തിന്റെ, ഭയത്തിന്റെ കണികകളാണ് കുടുംബത്തിനകത്ത് തന്നെ വളർത്തിക്കൊണ്ടുവരുന്നത്. അതോടെ ആരെയും വിശ്വസിക്കുന്നില്ല. ആ കാലത്താണ് പിന്നീട് ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്ത് വന്നിട്ടുള്ള ഒരു പ്രയോഗം വരുന്നത്. ഈവൻ ദ വാൾസ് ഹാവ് ഇയേഴ്സ്. മതിലുകൾക്ക് പോലും കാതുകളുണ്ട്, ചെവികളുണ്ട്. ഒന്നും പറയാതിരിക്കുക, നിശബ്ദത മാത്രമാണ് ഇതിൽ സാധ്യത എന്ന്. ഈ കഥ പറഞ്ഞതിന് ശേഷം നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ. കഴിഞ്ഞ കുറച്ചു വർഷങ്ങൾക്കുള്ളിൽ ചെറുപ്പക്കാർക്ക് അതറിയുമോ എന്നറിയില്ല, പക്ഷേ വസന്തകുമാർ സാറിനെ പോലെയുള്ളവർക്കും ഞങ്ങളുടെ തലമുറയിലുള്ളവർക്ക് ഒരു കാര്യം പറയാൻ കഴിയും.
നമ്മൾ പലരും നിശബ്ദരായി കഴിഞ്ഞിരിക്കുന്നു. ഭയം കൊണ്ടോ ഭീതി കൊണ്ടോ കരുതൽ കൊണ്ടോ ഒരു കുഴപ്പം വരാതിരിക്കുക എന്ന് കരുതിക്കൊണ്ടോ പലരും നിശബ്ദരായി കഴിഞ്ഞിരിക്കുന്നു. പറഞ്ഞില്ലെങ്കിൽ കുഴപ്പമില്ലല്ലോ. ഒരു വാട്സാപ്പ് ഗ്രൂപ്പിൽ എന്തെങ്കിലും ഒരു ചെറിയ കമന്റ് ഇട്ട് കഴിഞ്ഞാൽ അതിന്റെ തൊട്ടു പിന്നാലെ അതിഭീകരമായ ആക്രമണം, സോഷ്യൽ മീഡിയയിൽ എവിടെയാണെങ്കിലും അതിഭീകരമായ ആക്രമണം വരുമ്പോൾ 2 പ്രാവശ്യം കഴിഞ്ഞാൽ സ്വസ്ഥതയ്ക്ക് നല്ലത് മിണ്ടാതിരിക്കലാണ് എന്ന് പറഞ്ഞ് നാം മിണ്ടാതിരിച്ചു തുടങ്ങുന്നു. ഈ മിണ്ടാതിരുത്തിക്കൽ ഇതൊരു തരം സെൻസർഷിപ്പാണ്. ഇത് യഥാർത്ഥത്തിൽ മൗനത്തിന്റെ അടിച്ചേൽപ്പിക്കലാണ്, കൃത്യമായി നിശബ്ദമാക്കപ്പെടലാണ്. ഇനി അതിലും നിശബ്ദമാകാൻ നിങ്ങൾ തയ്യാറില്ലെങ്കിൽ സ്റ്റേറ്റിന്റെ ഭരണകൂടത്തിന്റെ മറ്റ് യന്ത്രങ്ങൾ പിന്നാലെ വരും. അതിന്റെ ഫലമായാണ് ഇന്ന് പല ജയിലുകളിലും കിടക്കുന്ന പലതരത്തിലുള്ള സോഷ്യൽ ആക്ടിവിസ്റ്റുകളുടെയും കഥ. രണ്ടാമത്തെ ഒരു സംഗതി നിങ്ങൾ എല്ലാവരും കേട്ടിട്ടുള്ള ഒരു പേരായിരിക്കും. ആൻ ഫ്രാങ്ക് എന്ന ജർമ്മൻ പെൺകുട്ടി. ആംസ്റ്റർഡാമിൽ ഓസ്ട്രിയയിൽ ജൂതവംശത്തിൽ ജനിച്ച ആ കുട്ടി ഒളിവിൽ ജീവിക്കുന്ന കാലത്ത് എപ്പോൾ വേണമെങ്കിലും പിടിക്കപ്പെടാം എന്ന ഭയത്തിൽ ജീവിക്കുന്ന കാലത്ത് അന്നുള്ള അവരുടെ അനുഭവങ്ങൾ ഡയറി കുറിപ്പുകളിലായിട്ട് എഴുതി വെച്ചു. ഇന്നും അതേ നാസി ഭീകരതയുടെ കീഴിലുള്ള ജീവിതം എന്തായിരുന്നു എന്ന് നാം അറിയുന്നത് 12 വയസ്സായ ആ കുട്ടിയുടെ ഡയറി കുറിപ്പുകളിൽ നിന്നാണ്. ആ കുട്ടി സംസാരിച്ചത് ആ കുട്ടിയുടെ കാലത്തോടല്ല, നമ്മളോടാണ്, ഇനിയും വരുന്ന കാലത്തോടാണ്. അത്തരത്തിലുള്ള കലയുണ്ടാകുമ്പോഴാണ് ഒരുപക്ഷെ ഇനിയും അതിജീവനം സാധ്യമാണ്. ആ അതിജീവനം വരുമ്പോൾ ഓർമ്മകൾ ഉണ്ടായിരിക്കണം എന്ന് പറയുന്ന പോലെ ഇന്നത്തെ കാലത്തെ നാം അടയാളപ്പെടുത്തുക. ഇതിവിടെ ഇല്ല എന്നല്ല ഞാൻ പറയുന്നത്. അതുള്ളതിന്റെ 2 or 3 ഉദാഹരണങ്ങൾ കൂടി പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ ഈ പ്രഭാഷണമല്ലാത്ത പ്രഭാഷണം അവസാനിപ്പിക്കാം. ആദ്യത്തെ ഉദാഹരണം മലയാളത്തിലെ ഒരു കവിതയാണ്. പി രാമചന്ദ്രൻ എന്ന മലയാള കവി 2017-18 കാലത്ത് എഴുതിയ ഒരു കവിതയാണ്. തൊഴുകൈ എന്നാണ് ആ കവിതയുടെ പേര്. സാഹചര്യം എന്നത് അദ്ദേഹം കുത്തബ് മീനാറിൽ പോകുന്ന ഒരു ഘട്ടമാണ്. കുത്തബ് മീനാറിൽ ചെല്ലുമ്പോൾ ഞാൻ കവിത വായിക്കട്ടെ, അതാ നല്ലത്. കവിത ഉള്ളപ്പോൾ എന്തിനാ അതിനെക്കുറിച്ച് പറയണേ? സൗകര്യം പ്രഭാഷണം വേണ്ട, കവിത വായിക്കാം. തൊഴുകൈ എന്നാണ് കവിതയുടെ പേര്. കുത്തബ് മീനാരത്തിലെ അവശിഷ്ടങ്ങൾക്കിടയിലൂടെ നടക്കുമ്പോൾ ഓർക്കാപ്പുറത്ത് ഒരണ്ണാൻ. കുത്തബ് മീനാരത്തിലെ അവശിഷ്ടങ്ങൾക്കിടയിലൂടെ നടക്കുമ്പോൾ ഓർക്കാപ്പുറത്ത് ഒരണ്ണാൻ. തൊട്ടുമുണ്ടിൽ ആപത്തറിഞ്ഞ് തൊഴുകൈയോടെ നടന്നു പോകുമ്പോഴാണ് മുമ്പിൽ ഒരു അണ്ണാൻ വന്നേക്കാണ്. തൊട്ടുമുന്നിൽ ആപത്തറിഞ്ഞ് തൊഴുകൈയോടെ. കൗതുകം. ക്യാമറ എടുത്തു. ഉന്നം വെച്ചപ്പോൾ നോട്ടപ്പഴുതിലൂടെ കണ്ടത് വേറൊരു മുഖം. കൗതുകം. ക്യാമറ എടുത്തു. ഉന്നം വെച്ചപ്പോൾ നോട്ടപ്പഴുതിലൂടെ കണ്ടത് വേറൊരു മുഖം. ദയ കാട്ടണേ എന്ന് കേണപേക്ഷിക്കുന്ന ആ ഗുജറാത്തി. ചിത്രത്തിൽ കണ്ടു പരിചയിച്ച അൻസാരി. നേരിലും പേരിലും കുത്തുബുദ്ദീൻ. മനസ്സിലായോ? പ്രായമായിട്ടുള്ളവർക്കെങ്കിലും മനസ്സിലാവണ്ടേ? ഇങ്ങനെ ചിത്രല്ലേ കരഞ്ഞു നിൽക്കുന്നത് ചിത്രം. ഗുജറാത്ത് വംശഹത്യയുടെ കാലത്ത് കുത്തുബുദ്ദീൻ അൻസാരി എന്ന് പറയുന്ന ഒരാള് കൊല്ലല്ലേ എന്ന് പറഞ്ഞ് കണ്ണിൽ നിന്നും വെള്ളം ഒലിപ്പിച്ച് ഇങ്ങനെ നിൽക്കുന്നൊരു ചിത്രമുണ്ട് കുത്തുബുദ്ദീൻ അൻസാരിയുടെ. കൗതുകം. ക്യാമറ എടുത്തു. ഉന്നം വെച്ചപ്പോൾ നോട്ടപ്പഴുതിലൂടെ കണ്ടത് വേറൊരു മുഖം.
ദയ കാട്ടണേ എന്ന് കേണപേക്ഷിക്കുന്ന ആ ഗുജറാത്തി ചിത്രത്തിൽ കണ്ടു പരിചയിച്ച അൻസാരി നേരിലും പേരിലും കുദ്ദീൻ. മീനാര ഗോപുരത്തിലേക്ക് ഇപ്പോൾ സന്ദർശകർ കയറാൻ അനുവദിക്കാറില്ല. അണ്ണാനുകൾക്കും പ്രാവുകൾക്കും പക്ഷെ വിലക്കില്ല. അവ മുകൾ തട്ടിൽ നിന്ന് ദില്ലി കാണും. രാഷ്ട്രപതി ഭവനും ഇന്ത്യ ഗേറ്റും പാർലമെന്റ് മന്ദിരവും മാത്രമല്ല, തിരഞ്ഞെടുപ്പ് ഫലവും ഭരണകൂടവും അവ മുൻകൂട്ടി കാണും. കവിയുടെ കിടാങ്ങളെ പോലെ ജന്തുക്കളും ദീർഘദർശനം ചെയ്യുന്ന ദൈവജ്ഞർ. വൈലോപ്പള്ളിയുടെ കവിതയുടെ സൂചനയാണ് അവിടെ. പൈതങ്ങൾ ദീർഘദർശനം ചെയ്യും ദൈവജ്ഞരല്ലോ നിങ്ങൾ എന്ന് മാമ്പഴത്തിലെ കവിതയുടെ സൂചനയാണ്. അണ്ണാൻ ഇപ്പോഴും അതേ നിൽപ്പ്, തൊഴുകൈയോടെ ദയയാചിച്ച്. ഷെല്ലാക്രമണത്തിൽ തകർന്ന് വീഴും മുമ്പ് അഫ്ഗാനിസ്ഥാനത്തിലെ ബുദ്ധപ്രതിമകളിൽ ഇരുന്ന പ്രാവുകൾ പറന്നുയരെങ്കിലും ചെയ്യാമായിരുന്നു. ചരിത്രം തുടച്ചു മാറ്റാൻ ഈ അവശിഷ്ടങ്ങളിലേക്ക് ഇരുമ്പ് കോരിക ഇറങ്ങി വരുമ്പോൾ ഞങ്ങൾ എന്ത് ചെയ്യാനാണ്? അണ്ണാൻ ഇങ്ങനെ പറയുകയായിരുന്നില്ല, സന്ദർശകർ എറിഞ്ഞുകൊടുത്ത കടലമണി കുറുക്കുകയായിരുന്നു എന്ന് ഞാൻ എങ്ങനെ വിശ്വസിപ്പിക്കും എന്നെ? ഇതില് ഒരു രാഷ്ട്രത്തെ, ഒരു രാജ്യത്തിന്റെ അനുഭവത്തെ ഒരു ഇമേജിലേക്ക് ചുരുക്കുകയാണ് ചെയ്യുന്നത്, ഒരൊറ്റ ചിത്രത്തിലേക്ക്. ഗുജറാത്ത് വംശഹത്യയുടെ കാലത്ത് ഹിന്ദുത്വ ശക്തികൾ, ബജ്രംഗ് ദളിന്റെ ആളുകൾ മുസ്ലിം കോളനികളിൽ കയറി അവിടെയുള്ള ആളുകളെയെല്ലാം തച്ചുകൊല്ലുവാൻ ആയി ചെല്ലുന്ന സമയത്ത് കൊല്ലല്ലേ എന്ന് പറഞ്ഞ് യാചിക്കുന്ന കുത്തുബുദ്ദീൻ അൻസാരി എന്ന് പറയുന്ന ആ ഒരു വ്യക്തിയുടെ രൂപത്തിലേക്ക് ഒരു രാജ്യത്തെ തന്നെ അതിന്റെ ഏറ്റവും വലിയ ഐക്കോണിക് ഇമേജ് ആയിട്ട് ഇത് മാറ്റുന്നു. ഈ ഇമേജ് ഇന്ന് നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ല എന്നുണ്ടെങ്കിൽ നാം ഏതൊരു തരത്തിൽ ആപത്തിലാണ് പെട്ടിരിക്കുന്നത് എന്ന് നിങ്ങളും കൂടി ആലോചിക്കേണ്ടതാണ്. സ്മരണകളില്ലാത്തതിന്റെ, നാം ഏത് ആപത്തിലാണ് പെട്ടിരിക്കുന്നത് എന്നതിനെ കുറിച്ച് അറിവില്ലാത്തതിന്റെ പ്രോബ്ലം കൂടി വരുന്നു. പക്ഷെ വരും കാലങ്ങളിൽ സംശയം വേണ്ട, അവരത് മനസ്സിലാക്കും. കാരണം ഈ ചിത്രം ഒരു സമൂഹ മനസ്സിൽ തന്നെ അടയാളപ്പെടുത്തിയിട്ടുള്ള ഒന്നാണ്. രണ്ടാമത്തെ ഉദാഹരണം മറ്റൊന്നാണ്. അത് അൻവർ അലി എന്ന് കേട്ടിട്ടുണ്ടോ? അൻവർ അലിയെ കേട്ടിട്ടുണ്ടോ? അൻവർ അലി ചെറുപ്പക്കാർക്ക് ഇങ്ങനെ പറയാം, ഏറ്റവും ഒടുവില് സിനിമാ സംഗീതത്തിന് അവാർഡ് കിട്ടിയ ആളാണ്, സിനിമാ പാട്ട് എഴുതിയതിന്. പക്ഷെ അതിനു മുൻപ് അദ്ദേഹം ഒരു കവിയാണ്, സാഹിത്യ അക്കാദമി അവാർഡും കിട്ടിയിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ മെഹബൂബ് എക്സ്പ്രസ് ഒരു ജീവിതരേഖ എന്നൊരു കവിതയുണ്ട്. അതില് തീവണ്ടിയിൽ യാത്ര ചെയ്യുമ്പോഴുള്ള അതിന്റെ ശബ്ദം, ഓരോ തീവണ്ടികളിലും മാറി വരുന്ന ശബ്ദത്തെ ഇന്ത്യയുടെ ചരിത്രത്തിന്റെ ഓരോ ഘട്ടവുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് ആണ് അദ്ദേഹം എഴുതിയിരിക്കുന്നത്. ഒരു പാട്ടിന്റെ സ്വഭാവമുണ്ട്, ഒരു പഴഞ്ചൊല്ലിന്റെ രീതിയുണ്ട്. കൊല്ലത്തെയും തിരുവനന്തപുരത്തെയും മുസ്ലിം ഭാഷയുടെ ചാരുതയുണ്ട് അതിനകത്ത്. ഒരു കമ്മ്യൂണിറ്റീസ് ലാംഗ്വേജ്, ഒരു സമുദായത്തിന്റെ ഭാഷ എന്ന് പറയുന്നത് അതിൽ വരുന്നു. ചില ഭാഗങ്ങൾ മാത്രം വായിക്കാം. ഒരു വേനൽ അവധിക്ക് കോട്ടയം പാസഞ്ചറിൽ ഇരിക്കുമ്പോൾ മെഹബൂബിക്ക പറഞ്ഞു, ഡേയ് കണ്ണ് കാതിൽ വെച്ച് നോക്ക്, കൊല്ലത്തെ പപ്പടം ഗണ്ടൻ പപ്പടം, കൊല്ലത്തെ പപ്പടം ഗണ്ടൻ പപ്പടം എന്നും പറഞ്ഞുകൊണ്ടാ ഈ ട്രെയിൻ ഓടണത്. നമ്മൾ ട്രെയിൻ ഓടുമ്പോ കിട്ടില്ലേ, നമുക്കൊരു താളം കിട്ടില്ലേ, അതിന് ചൊല്ലുണ്ടാക്കാമല്ലോ. അപ്പൊ ഈ മെഹബൂബിക്ക പറഞ്ഞു കൊടുക്കാണ്, ഡേയ് കണ്ണ് കാതിൽ വെച്ച് നോക്ക്, കൊല്ലത്തെ പപ്പടം ഗണ്ടൻ പപ്പടം, കൊല്ലത്തെ പപ്പടം ഗണ്ടൻ പപ്പടം എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ ട്രെയിൻ ഓടുന്നത്. സത്യം, ശബ്ദത്തിന്റെ ഇരുമ്പ് വേഗത്തിൽ കിടന്ന് ആ വായ്ത്താരി തിളച്ചു മറിഞ്ഞു. അതിൽ മുങ്ങാൻ കുഴിയിട്ട ആ 12 വയസ്സുകാരന്റെ കാതുകൾ ഏതോ റെയിൽപാലത്തിൽ പൊന്തിയപ്പോൾ
ഗണ്ടൻ പപ്പടം മാത്രം. പാലത്തില് ഗണ്ടൻ പപ്പടം മാത്രമേ കേൾക്കണുള്ളൂ മെഹബൂബിക്ക. കൊല്ലത്തെ പപ്പടം അഷ്ടമുടിക്കായലി വീണുപോയെന്നാ തോന്നണത്. അപ്പൊ ഈ കൊല്ലത്തെ പപ്പടം ഗണ്ടൻ പപ്പടം, കൊല്ലത്തെ പപ്പടം ഗണ്ടൻ പപ്പടം എന്നുള്ളത് പാലത്തിന്റെ മീതെ കയറിയപ്പോഴേക്കും ഈ കൊല്ലത്തെ പപ്പടം പോയി, ഗണ്ടൻ പപ്പടം മാത്രമേ ഉള്ളൂ. അപ്പോ കൊല്ലത്തെ പപ്പടം അഷ്ടമുടിക്കായൽ വീണു പോയി എന്നാണ് തോന്നുന്നത്. ഇങ്ങനെ ലൈറ്റ് ഹാർട്ടഡ് ആയിട്ടാണ് തുടങ്ങുന്നത്. പക്ഷേ ഇന്ത്യയുടെ ചരിത്രത്തിന്റെ ഓരോ ഘട്ടത്തിലൂടെ വരുമ്പോഴും ഇതിന്റെ ശബ്ദം മാറുന്നു, വേറെ വേറെ വായ്ത്താരികളാകുന്നു. ഞാനത് മുഴുവനും വായിക്കാൻ പോകുന്നില്ല, പക്ഷേ എന്നാലും ചില ഭാഗങ്ങൾ മാത്രം. 6 കൊല്ലം കഴിഞ്ഞ് ദില്ലിയിൽ നിന്ന് മെഹബൂബിക്കയുടെ കത്ത്. कोई बड़ा पेड़ गिरता है तो धरती തോടി ഹിൽത്തി ഹേ. വലിയൊരു മരം വീഴുമ്പോ ഭൂമി ചെറുതായിട്ടൊന്ന് കുലുങ്ങും. ഇന്ദിരാഗാന്ധി വെടിവെച്ച് കൊല്ലപ്പെട്ടതിന് ശേഷം ഡൽഹിയിലെ സിഖ് വംശജരെ ഉന്മൂലനം ചെയ്യുന്ന രീതിയിൽ കൊന്നൊടുക്കിയ ഒരു കാലമുണ്ടായിരുന്നു. അന്ന് ചോദിച്ചപ്പോൾ അന്നത്തെ കോൺഗ്രസിന്റെ പ്രസിഡന്റ് ബറൂവ പറഞ്ഞ മറുപടിയാണിത്. When a big tree falls, there is bound to be certain shakes of the earth. ഇന്ദിരാഗാന്ധി മരിച്ചാൽ ഇങ്ങനെയൊക്കെ ഉണ്ടാവും, ഒന്നും ഗൗരവമായിട്ട് എടുക്കണ്ട. അപ്പോ അവിടെ എത്തിയപ്പോ कोई बड़ा पेड़ गिरता है तो धरती തോടി ഹിൽത്തി ഹേ. ഇങ്ങനെ ഓരോന്നോരോന്നായിട്ട് വരികയാണ്. അവസാനം എത്തുമ്പോ പിന്നെ പാകിസ്ഥാൻ പാർട്ടീഷന്റെ കാര്യം അതൊക്കെ ഇടയിലിടയിൽ വരുന്നുണ്ട്. അവസാനം എത്തുമ്പോ ഇവിടത്തെ തിരുവനന്തപുരത്തെ രീതിയിൽ തന്നെയാണ് വരുന്നത്. മഞ്ഞുരുകി അഹമ്മദാബാദ്, അമൃത്സർ, ടോൾപൂർ, ഗാങ്ടോക്ക്. മെഹബൂബിക്ക തീയും പുകയുമില്ലാതെ അലഞ്ഞു, പെണ്ണുകെട്ടാൻ പോലും വന്നില്ല. അവധിക്ക് സബർമതിയിലേക്കും ജസാൽമീറിലേക്കും മേഘാലയങ്ങളിലേക്കും വണ്ടി പിടിച്ചു. ഇങ്ങനെ മാറി വന്നപ്പോ നിങ്ങൾക്ക് പലതും അറിയില്ല മെഹബൂബിക്ക. താക്കൂർ, ബ്രാഹ്മിൻ, ബനിയ, ചോഡ്, ബാക്കി സഭേ DS4. ഇത് മണ്ഡൽ കമ്മീഷന്റെ കാലത്തുണ്ടായിരുന്ന ഒരു മുദ്രാവാക്യമായിരുന്നു. എന്നിരുന്നാലും ഏറ്റവും ഒടുവിലത്തെ വരി മാത്രം എത്താം. അത് എറണാകുളത്തെ കൊച്ചിയിലെ മെട്രോ റെയിലിന്റെ കഥയാണ്. 2017 ജൂൺ 19 തീവണ്ടിയുടെ കടകട ലോകത്തിലെ എല്ലാ ശബ്ദങ്ങളിലേക്കും വിവർത്തനം ചെയ്യാൻ പഠിപ്പിച്ച മെഹബൂബ് ഇക്ക അരികെ കൊച്ചിൻ മെട്രോയുടെ ഒരു പുതിയ കോച്ചാണ്. അതുകൊണ്ട് പുതിയാപ്പിള കോച്ചിൽ ഞാൻ ചെവി കൂപ്പിച്ചിരിക്കുന്നു. ഡേ, കണ്ണ് കാതില് വെക്കണ്ട, ഒന്നും മിണ്ടാതെയാ ഈ ട്രെയിൻ ഓടണത്. സത്യം, ശബ്ദമില്ലാത്ത സ്റ്റീൽ വേഗം. എന്താണ് അവിടെ? ഒരു രാജ്യം തന്നെ നിശബ്ദമായി കഴിഞ്ഞു. ഒരു നിലയ്ക്ക് പഴയൊരു തീവണ്ടിയുടെ കട ശബ്ദമുണ്ടായിരുന്നു. ഇന്ന് മെട്രോ റെയിൽ വന്നപ്പോൾ വളരെ സൈലന്റ് ആയിട്ട് ഓടുന്നൊരു ട്രെയിനാണ്. അത് സാങ്കേതിക വിദ്യയുടെ ഒരു പുരോഗതിയെ സൂചിപ്പിക്കുന്നു. അതോടൊപ്പം തന്നെ മുൻപുണ്ടായിരുന്ന ഒരു ജനാധിപത്യത്തിന്റെ ബാഹുല്യം എന്ന് പറയുന്നത് അതില്ലാതെയായി മാറുന്നു. ഇവിടെ ഒരാൾ വഴിയിൽ കൂടി നടന്ന് ഒച്ചപ്പാട് നടത്തുന്ന ഒരാളുണ്ടല്ലോ, നമുക്കൊക്കെ അറിയുന്ന ഒരാളുണ്ടല്ലോ. അദ്ദേഹം ക്യാമ്പസുകളിൽ പോയി ആവശ്യപ്പെടുന്നത് ഇവിടെയുള്ള എല്ലാ വിദ്യാർത്ഥിപരമായിട്ടുള്ള ആവിഷ്കാരങ്ങളും ഇല്ലാതെയാക്കണമെന്നുള്ളതാണ്. ക്യാമ്പസ് ആവുമ്പോൾ വിദ്യാർത്ഥികൾ മുദ്രാവാക്യം വിളിക്കും, വിദ്യാർത്ഥികൾ തോരണങ്ങൾ കെട്ടും, വിദ്യാർത്ഥികൾ ജാഥകൾ നടത്തും. അത് ജനാധിപത്യത്തിന്റെ ഭാഗമാണ്. അതിനെ നിശബ്ദമാക്കുന്ന പോലെ തന്നെയാണ് ഇവിടെ ട്രെയിൻ നിശബ്ദമായി കഴിഞ്ഞിരിക്കുന്നത് പൂർണ്ണമായിട്ടും. അടുത്തതും കൂടി വായിച്ചിട്ട് ഞാൻ അവസാനിപ്പിക്കാം. അത് PN ഗോപികൃഷ്ണ കവിതയാണ്. സമ്പത്ത് സൂചിപ്പിച്ച പോലെ 22-ാം തീയതിക്ക് ശേഷം എഴുതിയിട്ടുള്ള ഒരു കവിതയാണ്. ഇന്ത്യ ഈസ് എ സെക്യുലർ റിപ്പബ്ലിക് എന്നാണ് കവിതയുടെ പേര്. PN ഗോപികൃഷ്ണൻ ചാവക്കാടാണ്, കൊടുങ്ങല്ലൂരിനടുത്ത്. കൊടുങ്ങല്ലൂരിലാണ് മതിലകം എന്ന് പ്രസിദ്ധമായ പള്ളി, ചേരമാൻ പള്ളി എന്ന് പറയുന്നത്.
ചേരമാൻ പെരുമാൾ ഒരാള് ഒമാനിലേക്ക് പോയ കഥ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അദ്ദേഹത്തിന്റെ പേരിലുള്ള പള്ളി. മതിലകം പള്ളിയിൽ നിന്ന് അറബിക്കടലിലേക്ക് കുതിക്കുന്നതിനിടയിൽ വാങ്ക് ആകാശത്തിൽ അല്പനേരം തങ്ങി നിൽക്കുമായിരുന്നു. മതിലകം പള്ളിയിൽ നിന്ന് അറബിക്കടലിലേക്ക് കുതിക്കുന്നതിനിടയിൽ വാങ്ക് ആകാശത്തിൽ അല്പനേരം തങ്ങി നിൽക്കുമായിരുന്നു. ഞങ്ങളുടെ വീടിന്റെ നേരെ മുകളിൽ. അമ്മൂമ്മ അന്നേരം നാമജപം നിർത്തും. വാങ്കിന്റെ ശബ്ദം വരുമ്പോ അമ്മൂമ്മ നാമജപം നിർത്തും. എന്താ പടച്ചോനും രാമനും തമ്മിൽ കൂട്ടിയിടിക്കുമോ? പാതി വെന്ത യുക്തിവാദി എന്ന നിലയിൽ ഞാൻ ചോദിക്കുമായിരുന്നു. എന്താ പടച്ചോനും രാമനും തമ്മിൽ കൂട്ടിയിടിക്കുമോ? പാതി വെന്ത യുക്തിവാദി എന്ന നിലയിൽ ഞാൻ ചോദിക്കുമായിരുന്നു. തർക്കിക്കാൻ മാത്രമല്ല, അമ്മൂമ്മയ്ക്ക് മാത്രം തരാൻ കഴിയുന്ന ഒരു ചിരിയുടെ സുഖം കിട്ടാൻ കൂടിയായിരുന്നു. തർക്കിക്കാൻ മാത്രമല്ല, അമ്മൂമ്മയ്ക്ക് മാത്രം തരാൻ കഴിയുന്ന ഒരു ചിരിയുടെ സുഖം കിട്ടാൻ വേണ്ടി. ലോകം നെഞ്ചിൽ വന്നിടിക്കുന്ന കാലത്ത്, ഓരോ ഞരമ്പും പിഴുതെടുക്കുന്ന കാലത്ത്, എത്ര തുള്ളി ചോര കൊണ്ടാണ് മനുഷ്യർ നിർമ്മിക്കപ്പെട്ടത് എന്ന് രോമകൂപങ്ങൾ കൊത്തിപ്പരിശോധിക്കുന്ന കാലത്ത് അന്വേഷിക്കുന്നു, എന്തായിരുന്നു ആ ചിരിയുടെ പൊരുൾ? അമ്മൂമ്മയുടെ ചിരിയുടെ. തിരുവണ്ണാമലയിൽ ഗുരുവിനെയും രമണഹർഷിയെയും അപ്പുറത്തും ഇപ്പുറത്തും പിടിച്ചിരുത്തിയ അതേ ഗഹന നിശബ്ദതയെ രാമനും റഹീമിനുമിടയിൽ ആവിഷ്കരിക്കുകയോ? തിരുവണ്ണാമലയിൽ ഗുരുവിനെയും രമണ മഹർഷിയെയും അപ്പുറത്തും ഇപ്പുറത്തും പിടിച്ചിരുത്തിയ അതേ ഗഹന നിശബ്ദതയെ രാമനും റഹീമിനുമിടയിൽ ആവിഷ്കരിക്കുകയോ? രാമ 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 എന്ന് തിരയടിക്കുന്ന കടലിനെ പാഹിമാം എന്നടച്ചുവെച്ച് നെടുനാൾ വിപിനത്തിൽ വാഴുവാൻ ഇടയായി ഞങ്ങൾ, അതെന്റെ കുറ്റമോ എന്ന കുമാരനാശാനൊപ്പം ചേർന്ന് രാമവിചാരണ തുടങ്ങുന്ന കുസൃതിയുടെ വകഭേദമോ? ഏത് ഭാഷയിലുമുള്ള പൊതുഭാഷ മൗനം ആണെന്ന തിരിച്ചറിവോ? ചോദിക്കാൻ അമ്മൂമ്മയില്ല. പക്ഷേ 2024 ജനുവരി 26 ആ ചിരി ഫോട്ടോ എടുത്ത് വിടർത്തി നോക്കുമ്പോൾ എന്തൊരത്ഭുതം! അതിൽ ഞങ്ങളുടെ പൂമുഖം ഒരിടത്തരം നഗരമായിരിക്കുന്നു. പേ പിടിച്ച ആൾക്കൂട്ടം അനന്തമായി ബഹളം വയ്ക്കുന്നു. അതിനു നടുവിൽ മതമസിലും അധികാരമസിലും പെരുപ്പിക്കാനുള്ള ഒരു വ്യായാമശാലയെ ആരാധനാലയം എന്ന് തെറ്റിദ്ധരിച്ച് പാവങ്ങൾ കൈകൂപ്പി നിൽക്കുന്നു. വൃത്തിയില്ലാത്ത തെരുമൂലയിൽ ഒരു വൃദ്ധൻ മാത്രം പെട്ടെന്ന് രണ്ടിലെയുള്ള ഒരു പുൽക്കൊടി വൃദ്ധൻ മാത്രം ഒറ്റക്കമ്പി മൺവീണയിൽ ഏകാഗ്രമായൊരു സംഗീതം സൃഷ്ടിച്ചുകൊണ്ടേയിരിക്കുന്നു. ഈശ്വര അള്ളാ തേരേ നാം എന്നയാൾ വായിച്ചപ്പോൾ പെട്ടെന്ന് രണ്ടിലെയുള്ള ഒരു പുൽക്കൊടി കഠിന നീളം പിളർന്ന് ഉയർന്നു വരുന്നു. അമ്മൂമ്മ നാമജപം നിർത്തിയത് അഥവാ ചിരി പൊഴിച്ചിരുന്നത് എന്തുകൊണ്ട് എന്നെനിക്ക് പെട്ടെന്ന് മനസ്സിലായി. ഒരു വിത്തിൽ നിന്നും മുളയെടുക്കുന്ന കതിരുകൾ പരസ്പരം കുത്തിക്കീറരുത്. ഒരു വിത്തിൽ നിന്നും മുളയെടുക്കുന്ന കതിരുകൾ പരസ്പരം കുത്തിക്കീറരുത്. ഒരേ കാലിയുടെ രണ്ട് കൊമ്പുകൾ രണ്ടും ഏറ്റുമുട്ടരുത്. ഒരു കോശത്തെ അയൽകോശം തിന്നുന്ന അർബുദത്തിന് വഴിവെക്കരുത്. ഒരു കോശത്തെ അയൽകോശം തിന്നുന്ന അർബുദത്തിന് വഴിവെക്കരുത്. ഇന്ത്യ ഈസ് എ സെക്യുലർ റിപ്പബ്ലിക്. ഇതിൽ കൂടുതൽ ഞാൻ എന്തെങ്കിലും പറയേണ്ട കാര്യമുണ്ടെന്ന് തോന്നുന്നില്ല. ഇതാണ് ഒരുപക്ഷെ നമുക്ക് ഇന്ന് ചെയ്യേണ്ട കാര്യം. ഇന്ന് ഒരുപക്ഷെ നമ്മുടെ സമകാലികരോട്, ഭൂരിപക്ഷം വരുന്നവരോട് ഇത് പറയാനുള്ള സാഹചര്യം നമുക്കില്ലാതെ പോകാം. അക്രമത്തിന്റെയും
കഠിനമായ നിശബ്ദതയുടെ വാഴ്ചയുടെയും ഭീതിയുടെ സംസ്കാരത്തിന്റെയും മുഖത്തിൽ പലപ്പോഴും സമകാലികരോട് ഇത് പറയുക എന്നത് അസാധ്യവുമാകാം. പക്ഷെ അപ്പോഴും ഓർക്കുക, കാലം ഇതുകൊണ്ടും അവസാനിക്കുന്നില്ല. കാലം ഇനിയും തുടരുന്നു. ഇനിയും ഇവിടെ ജീവിക്കാൻ മനുഷ്യരുണ്ടാവും. അന്ന് ഇവിടെ സംഭവിച്ചത് എന്ത്, ഇവിടെ ഉണ്ടായതെന്ത്, ഇവിടെ നാം കടന്നുപോയ ഈ രാത്രിയുടെ സ്വഭാവം എന്തായിരുന്നു എന്ന് അവർക്കറിയും വിധം കുറിച്ചു വയ്ക്കുക, വരഞ്ഞിടുക എന്നത് നമ്മോട് തന്നെയും ചരിത്രത്തോടുമുള്ള കടമയാണ്. ഇത്ര മാത്രമേ പറയാനുള്ളൂ. നന്ദി. Thank you so much, Dr. M.V. Narayan sir, for such an exquisite and remarkable address. അടുത്തതായിട്ട് യോഗത്തിന് നന്ദി അറിയിക്കുന്നതിനായി ശ്രീനാരായണ കോളേജ് കൊല്ലം ഇംഗ്ലീഷ് ഡിപ്പാർട്ട്മെന്റ് അസിസ്റ്റന്റ് പ്രൊഫസർ ആയിട്ടുള്ള ദീപ മിസ്സിനെ സ്വാഗതം ചെയ്യുന്നു. വേദിയിലും സദസ്സിലുമായി എത്തിച്ചേർന്നിട്ടുള്ള എല്ലാവർക്കും എൻ്റെ നമസ്കാരം. കഥാപ്രസംഗ കലയിലൂടെ വിശ്വസാഹിത്യവും സാമൂഹ്യബോധവും സാധാരണക്കാരുടെ ഇടയിലേക്ക് അവതരിപ്പിച്ച ശ്രീ സാമ്പൽ ശിവൻ സാർ, ആ മഹാപ്രതിഭയുടെ സ്മരണാർത്ഥം ഇവിടെ ഓർഗനൈസ് ചെയ്തിട്ടുള്ള 3rd സാംബശിവൻ മെമ്മോറിയൽ ലെക്ചർ സീരീസ് ഇനാഗുറേറ്റ് ചെയ്ത് പ്രഭാഷണം നടത്തിയ ഓണറബിൾ വൈസ് ചാൻസലർ ശ്രീ ശങ്കരാചാര്യ യൂണിവേഴ്സിറ്റി ഓഫ് സാൻസ്ക്രിറ്റ് കാലടി ഡോക്ടർ M.V. നാരായണൻ സാറിന് കോളേജിന്റെ പേരിൽ എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി അറിയിച്ചു കൊള്ളുന്നു. സാറിന് ഒരു പ്രത്യേക നന്ദി അറിയിക്കണം. ബിക്കോസ് ഒട്ടും വയ്യാതിരുന്നിട്ട് കൂടി ഇത്രയും മനോഹരമായ രീതിയിൽ നമുക്ക് അറിവ് പകർന്നു തന്നതിന് സാറിന് പ്രത്യേകം നന്ദി രേഖപ്പെടുത്തുന്നു. ഈ മെമ്മോറിയൽ ലെക്ചർ സീരീസ് നടത്തുന്നതിനായി നമ്മുടെ കോളേജ് തന്നെ തിരഞ്ഞെടുത്ത സാംബശിവൻ ഫൗണ്ടേഷൻ ഭാരവാഹികൾക്കും പ്രത്യേകിച്ച് ഡോക്ടർ വസന്തകുമാർ സാർ, പ്രൊഫസർ സമ്പത്ത് വി സാംബശിവൻ സാറിനോടും എന്റെയും കോളേജിന്റെ പേരിലും ഞാൻ പ്രത്യേകം നന്ദി അറിയിക്കുന്നു. കോളേജിന്റെ എല്ലാവിധ അക്കാഡമിക്, കൾച്ചറൽ, സ്പോർട്സ് എന്ത് തരത്തിലുള്ള ആക്ടിവിറ്റീസ് ആയാലും അതിനെല്ലാം തുല്യ പ്രാധാന്യം നൽകുകയും അതിനാവശ്യമായ അവസരങ്ങളും സൗകര്യങ്ങളും നമുക്ക് ചെയ്തു തരുന്ന നമ്മുടെ ബഹുമാന്യനായ പ്രിൻസിപ്പൽ ഡോക്ടർ S.V. മനോജ് സാറിനും എൻ്റെ നന്ദി അറിയിച്ചു കൊള്ളുന്നു. ഇന്ന് ഈ പ്രോഗ്രാമിന് എത്തിച്ചേർന്നിട്ടുള്ള എല്ലാവർക്കും, പ്രത്യേകിച്ച് വിദ്യാർത്ഥികൾ, മീഡിയ പേഴ്സൺ, കോമ്പയറേഴ്സ്, ഓർഗനൈസിംഗ് കമ്മിറ്റി മെമ്പേഴ്സ് ഏവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി രേഖപ്പെടുത്തുന്നു. യോഗ അവസാനിച്ചിരിക്കുന്നു. താങ്ക് യു.